അതാശ്ചര്യം. നാം വചനം വായിക്കുന്നേരം ജനങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ ഇത്തരത്തിലെ ഒരാശയം എനിക്കുണ്ടാതെ നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നാം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പൂർണ്ണമായി എഴുന്നേറ്റ് നിൽക്കുന്നു. നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ വചനത്തിന് വേണ്ടി എഴുന്നേറ്റുകൂടാ? ഒരു നിമിഷം നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വളരെ നാളുകളായില്ല ഞാനൊരു ലേഖനം വായിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനോട് നിന്നിരുന്ന ആ ജനങ്ങളെ പറ്റി ഞാൻ ചിന്തിച്ചു. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങളത് ചെയ്യില്ലേ? ഏകദേശം 75 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാനായ സുവിശേഷം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അദ്ദേഹത്തിന്റെ പേരോർമ്മയില്ല. അത് ആർതർ മെക്കോയ് ആയിരുന്നു എന്നാണ് എന്റെ വിചാരം. അദ്ദേഹം ദേശം വിട്ടു പോയി കഴിഞ്ഞു. ഒരു രാത്രിയിൽ അദ്ദേഹം താൻ മഹത്വത്തിലേക്ക് പോയി എന്നൊരു സ്വപ്നം കണ്ടു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഗേറ്റിലെത്തിയപ്പോൾ അവരെ അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ നിന്നുള്ള ആർതർ മെക്കോയ് ആണ്, ഞാൻ ഒരു സുവിശേഷകനാണ്. അതുകൊണ്ട് പടിവാതിൽ കാവൽക്കാരൻ അകത്തേക്ക് പോയി. ഇപ്പോൾ ഇതൊരു സ്വപ്നമാണ്. അയാൾ അകത്തേക്ക് പോയിട്ട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ പേര് അവിടെ എവിടെയും കാണാനായില്ല. അദ്ദേഹം പറഞ്ഞു, നല്ലത്, ഞാനൊരു സുവിശേഷകനായിരുന്നു. അവൻ പറഞ്ഞു, സർ അദ്ദേഹം പറഞ്ഞു, അതെ, ഒരു സാധ്യത ഉണ്ടാകാം, അത് അവിടെ എന്തെങ്കിലും തെറ്റുപറ്റിയതാകാം. അവൻ പറഞ്ഞു, ഇല്ല സർ, എന്റെ പക്കൽ ഇവിടെ ഒരു പുസ്തകമുണ്ട്, അതിലെവിടെയും താങ്കളുടെ പേര് കാണുന്നില്ല. പിന്നെയും അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് അതേപ്പറ്റി എന്തെങ്കിലും ചെയ്യാനാകുമോ? അവൻ പറഞ്ഞു, താങ്കൾക്ക് താങ്കളുടെ കേസിനെ വെള്ള സിംഹാസന ന്യായവിധിയിൽ അപ്പീൽ ചെയ്യാം, ദൈവം സഹായിക്കും. ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചു, നല്ലത്, അത് മാത്രമാണ് എന്റെ ഏക പ്രതീക്ഷയെങ്കിൽ ഞാൻ നിരൂപിക്കുന്നത്, അപ്പോൾ എന്റെ കേസിന് അപ്പീൽ കൊടുക്കാമെന്നാണ്. എന്നിട്ട് പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം ദൂരെയായി പൊയ്ക്കൊണ്ടിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന്, മാത്രമല്ല അദ്ദേഹം അത് തുടങ്ങുമ്പോൾ ഇരുട്ടായിരുന്നു, പിന്നെ കുറഞ്ഞു തുടങ്ങി. പറഞ്ഞു ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അപ്പോൾ ഈ വെളിച്ചം തന്നു. എന്നാൽ അദ്ദേഹം അതിന്റെ നടുവിലായിരുന്നു. പറഞ്ഞു, അവൻ ചോദിച്ചു, എന്റെ ന്യായവിധി സിംഹാസനത്തിലേക്ക് ആരാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആർതർ മെക്കോയ്, ഞാൻ അനേക ആത്മാക്കളെ രാജ്യത്തിലേക്ക് അയച്ച ഒരു സുവിശേഷകനാണ്. അവൻ ചോദിച്ചു, താങ്കളുടെ പേർ ആ പുസ്തകത്തിൽ കാണാൻ കഴിഞ്ഞില്ലേ? ഇല്ല. പറഞ്ഞു, എന്നാൽ താങ്കൾക്ക് എന്റെ കോടതിയിൽ അപ്പീൽ ചെയ്യാനുണ്ടല്ലോ? അതെ സാർ, താങ്കൾക്ക് ന്യായം ലഭിക്കും. താങ്കളെ ഞാൻ എന്റെ നിയമപ്രകാരം ന്യായം വിധിക്കും. ആർതർ മെക്കോയ്, താങ്കൾ എപ്പോഴെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വെളിച്ചത്തിന് മുന്നിൽ നിൽക്കുന്നതിന് മുമ്പ് വരെ ഞാൻ വളരെ ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ആ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഞാനൊരു പാപിയായിരുന്നു. നാം എല്ലാവരും അത് തന്നെയാകും. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയേക്കാം, എന്നാൽ നിങ്ങൾ അവിടെ വരുന്നതുവരെ കാത്തിരിക്കൂ. അവൻ നിങ്ങൾ അഭിഷേകം ചെയ്യുമ്പോൾ അത് ഇവിടെ എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ എത്ര ചെറുത് അനുഭവപ്പെടുന്നു? ആ വെള്ള ന്യായാസനത്തിന് മുന്നിൽ എന്തായിരിക്കും? അവൻ ചോദിച്ചു, നീ എപ്പോഴെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യസന്ധനായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ചില ചെറിയ കാര്യങ്ങൾ, അത് ചില വെളുത്ത കളവുകളാണ് എന്ന് ഞാൻ വിചാരിച്ചു. അവയെല്ലാം അവിടെ വലിയ കറുപ്പുകളായി തീർന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതെ സാർ, ഞാനൊരു കളവ് പറഞ്ഞു. അവൻ ചോദിച്ചു, നീ എപ്പോഴെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി വിശ്വസ്തനായിരുന്നെന്നും ഒരിക്കലും മോഷ്ടിച്ചിട്ടുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ പറഞ്ഞു, ആ വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ വലിച്ച ചില ഇടപാടുകളിൽ അത് ശരിയായിരുന്നില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അതെ സാർ, ഞാൻ മോഷ്ടിച്ചിരുന്നു. അവൻ പറഞ്ഞു, എന്റെ ന്യായവിധി തന്റെ തീരുമാനം കേൾക്കാൻ തയ്യാറെടുക്കുമ്പോൾ പിശാചിനും അവന്റെ ദൂതന്മാർക്കും തയ്യാറാക്കിയിരിക്കുന്ന നിത്യാഗ്നി കടന്നു പോകൂ. അദ്ദേഹം പറഞ്ഞു, ഓരോ അസ്ഥിയും വേറിട്ട് വരികയായിരുന്നു. പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മധുരമായ ആ ശബ്ദം ഞാൻ കേട്ടു. അവൻ പറഞ്ഞു, ഞാൻ നോക്കാൻ തിരിയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാധുര്യമേറിയ മുഖം ഞാൻ കണ്ടു. ഒരു അമ്മയേക്കാൾ മാധുര്യമുള്ള മുഖം. എന്റെ അമ്മ എന്നെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുള്ള വെച്ച് മാധുര്യമായ ശബ്ദം. പറഞ്ഞു, ഞാൻ ചുറ്റും നോക്കി, ഒരു ശബ്ദം സംസാരിക്കുന്നതായി ഞാൻ കേട്ടു. പിതാവേ, അത് സത്യമാണ്. അവൻ സത്യസന്ധനായിരുന്നിട്ടില്ല, അവൻ കളവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താഴെ ഭൂമിമേൽ അവൻ എനിക്കായി നിന്നിരുന്നു. പറഞ്ഞു, ഇപ്പോൾ ഞാൻ അവന്റെ സ്ഥാനത്ത് നിൽക്കും. അതാണ് അവിടെ എനിക്ക് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ആ സമയം വരുമ്പോൾ അവൻ എന്റെ സ്ഥാനത്ത് നിൽക്കും. നമുക്ക് ഉൽപ്പത്തിയിൽ നിന്നും 22-ന്റെ 15, 16, 17, 18 വചനങ്ങളെ വായിക്കാം. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തു, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. That in blessing I will bless thee, multiplying I will multiply thy seed as the stars of the heaven and as the sand. നിന്റെ സന്തതിയെ ആകാശ നക്ഷത്രങ്ങൾ പോലെയും
കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഈ വിഷയം എടുത്തുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ഭരണകാര്യകർത്താവാകണമേ. ഓരോ ഹൃദയത്തിലേക്കും പരിശുദ്ധാത്മാവ് വചനങ്ങളെ നേരെ കൊണ്ടുചെല്ലാൻ ഇടവരട്ടെ കർത്താവേ. അത് ഈ ഉച്ചകഴിഞ്ഞ നേരം ഞങ്ങളുടെ പ്രതീക്ഷകളെ സന്ധിക്കും കർത്താവേ. എന്നാൽ അവയെല്ലാം ശ്രേഷ്ഠമായതാണ് കർത്താവേ. ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം നിങ്ങൾ അധികമായി ചോദിപ്പൻ എന്ന് നീ പറഞ്ഞിരിക്കുന്നു. ഇത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഒരു ചില നിമിഷങ്ങൾക്കായി ഇതിന് ഞാൻ ഒരു വിഷയം എന്ന് വിളിക്കുകയാണെങ്കിൽ എന്റെ ശബ്ദം ക്ഷണിച്ചിരിക്കുകയാണ്. ആ കാരണത്താലാണ് എനിക്ക് മൈക്രോഫോണിന്റെ അടുത്ത് നിൽക്കേണ്ടി വരുന്നത്. അത് അവിടെ ഒന്നും പ്രതിധ്വനിക്കുകയാണ് എന്നെനിക്കറിയാം. എന്നാൽ നാം അതിനെ അല്പം സഹിക്കും. ഞാനതിനെ വിചാരണയ്ക്ക് ശേഷം ശത്രുവിന്റെ പടിവാതിലിനെ കൈവശമാക്കുന്നു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പശ്ചാത്തലം തുറക്കുന്നത് അബ്രഹാമിന്റെ ഏറ്റവും വിശിഷ്ടമായ അരങ്ങളിൽ ഒന്നിലാണ്. ദൃഢനിഷ്ഠയുള്ള എല്ലാവരുടെയും പിതാവാണ് അബ്രഹാം എന്ന് നിങ്ങൾക്കറിയാം. മാത്രമല്ല, അബ്രഹാമിന് വാഗ്ദാനവും നൽകപ്പെട്ടിരുന്നു. അബ്രഹാമിലൂടെ നമുക്ക് ആ വാഗ്ദത്വം സ്വീകരിക്കാനാകുന്ന ഏക വഴി ക്രിസ്തുവിലൂടെ അവന്റെ കൂട്ടവകാശിയായി തീരുക എന്നത് മാത്രമാണ്. ഇപ്പോൾ അബ്രഹാം വെറും സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനും അവൻ ആ വിളിയിൽ വിശ്വസ്തനുമായിരുന്നു. ദൈവം അവനുമായി സംസാരിക്കുമ്പോൾ അബ്രഹാം ഒരു പ്രാവശ്യം പോലും ആ ശബ്ദത്തെ സംശയിച്ചിരുന്നില്ല. അവൻ അതുമായി ശരിയായി നിന്നിരുന്നു. വിഷമകരമായ എന്തുണ്ടായിരുന്നാലും ശരി, അവൻ അതുമായി തന്നെ ശരിയായി നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവനൊരു മകൻ വാഗ്ദാനം ചെയ്യപ്പെട്ടു. അവൻ ആ മകനെ കൈക്കൊള്ളാനായി അതിന് വിരുദ്ധമായിരുന്ന എല്ലാറ്റിനെയും അത് അങ്ങനെ അല്ലാതിരുന്നിട്ടും 25 വർഷങ്ങൾ കാത്തിരുന്നു. അത് കഴിയുമ്പോൾ ഈ പുത്രനിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണമായിരുന്നു. ആ ഗോത്രപിതാവ് തന്റെ വിളിയിലും വാഗ്ദത്ത വചനത്തിലും വിശ്വസ്തനായിരുന്നു. നാം എന്തായിരിക്കണം എന്നതിന് അവൻ ഒരു ഉദാഹരണമായിരുന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ നാം അബ്രഹാമിന്റെ സന്തതികളാണ്. ഇപ്പോൾ അബ്രഹാമിന് 2 സന്തതി ഉണ്ടായിരുന്നു. അവരിലൊന്ന് സ്വാഭാവിക സന്തതിയും മറ്റേത് ആത്മീയ സന്തതിയുമായിരുന്നു. അവന്റെ ജഡത്താൽ അവരിൽ ഒരെണ്ണം സ്വാഭാവിക സന്തതി, മറ്റേത് വിശ്വാസത്താലുള്ള സന്തതിയായിരുന്നു. ആ വിശ്വാസം അത് നാമും വാഗ്ദത്ത വചനത്താൽ അബ്രഹാമിന്റെ സന്തതിയാകേണ്ടതിന് തന്നെ. ഇപ്പോൾ അവൻ 25 വർഷങ്ങൾ പരിശോധന ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷവും ദുർബലതയിലേക്ക് വളരേണ്ടതിന് പകരം അവൻ ബലപ്പെട്ട് വളർന്നുകൊണ്ടേയിരുന്നു. നോക്കൂ, അത് ആദ്യ വർഷം സംഭവിച്ചില്ലെങ്കിൽ അടുത്ത വർഷം സാമാന്യത്തിൽ കവിഞ്ഞ അത്ഭുതമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അത് 2 വർഷം പഴക്കമുള്ളതായി തീർന്നിരിക്കുന്നു. അവൻ ആ വർഷങ്ങളെ കൂനക്കൂട്ടിയും വെച്ചിരുന്നു. അവന് വയസ്സുകൂടി വരികയും അവന്റെ ശരീരം മരിച്ചുകൊണ്ടിരുന്നു. സാറയുടെ ഗർഭാശയം അന്യഥ ലഭിച്ചിരുന്നത് അത് ഫലപുഷ്ടമായിരുന്നില്ല. ആകയാൽ അവന്റെ ബലമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അവിടെയായിരുന്ന അത് തീർത്തും അസാധ്യമായിരുന്നു. ദൈവം അവിടെ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോക്കൂ, അവളുടെ ഗർഭാശയം ഫലപുഷ്ടമാകുന്ന വിധത്തിലല്ല അവൻ അതിനെ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഓർക്കൂ, അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഓർക്കൂ, അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുഞ്ഞിന് പശുവിന്റെ പാല് കൊടുക്കാനായി ആ ദിവസങ്ങളിൽ ആരോഗ്യ സംരക്ഷണ കുപ്പികളും അവർക്കുണ്ടാകുമായിരുന്നു. കാണുന്നു, അവനും ഉണ്ടായിരിക്കുമായിരുന്നു. അവളുടെ പാൽഞരമ്പുകൾ വരണ്ടുപോയിരുന്നു. അങ്ങനെ അവനത് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവിടെ എന്തെങ്കിലും സംഭവിക്കേണ്ടതായിട്ടായിരുന്നു. 100 വയസ്സ് പ്രായമുണ്ടായിട്ട് പ്രസവിക്കാനായി പോകുന്ന ഒരു സ്ത്രീയെ നോക്കൂ, അവളുടെ ഹൃദയം അതിനായി നിൽക്കില്ല. അത് 40 വയസ്സ് പ്രായമുള്ള സ്ത്രീക്ക് ഇപ്പോൾ തന്നെ ചെയ്യുന്നത് പ്രയാസമായിരിക്കുന്നു. അവളുടെ ഹൃദയം അതിനായി നിൽക്കില്ല. അതിനാൽ അവൻ എന്തു ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അനേകർ ഇതുമായി യോജിക്കില്ല എന്നെനിക്കറിയാം. ഈ പ്രസ്താവന ചെയ്യുന്നത് ശരിയായിരിക്കുമെങ്കിലോ? നോക്കൂ, ഞാനിത് എന്റെ സ്വന്തം ചിന്ത മാത്രമാണ്. നോക്കൂ, ബൈബിൾ ഒരു അലൗകികമായ പുസ്തകമാണ്. അത് സ്കൂളിൽ നിന്നുമുള്ള ദൈവശാസ്ത്ര പണ്ഡിതന്മാർക്ക് മറച്ചുവെച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അത് എത്ര പേർക്കറിയാം? ദൈവത്തിന് യേശു നന്ദി പറഞ്ഞു. അവൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇത് ഒരു പ്രേമ പുസ്തകമാണ്. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിലേക്ക് വരുന്നു. അതുമുതൽ നിങ്ങൾ ദൈവവുമായി പ്രേമത്തിലാകാൻ തുടങ്ങുന്നു. ബൈബിളിന്റെ അർത്ഥം
അവൻ സ്വയം അവനെ വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. ബൈബിളിന്റെ വ്യാഖ്യാനം എന്നത് ദൈവം സ്വയം അവന്റെ വാഗ്ദാനങ്ങളെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ്. എന്നാൽ ആ ബൈബിൾ അത് എഴുതിയിരിക്കുന്നത് വരികൾക്കിടയിലാകുന്നു. ഇപ്പോൾ എന്റെ ഭാര്യയെപ്പോലെ ലോകത്തിൽ എല്ലായിടത്തുമുള്ള സ്ത്രീകളെക്കാൾ അവൾ ഏറ്റവും സുന്ദരിയും ഞാൻ അവളെ വാസ്തവമായി സ്നേഹിക്കുകയും ചെയ്യുന്നു. അവൾ എന്നെയും സ്നേഹിക്കുന്നു. അതിനാൽ ഞാൻ വീട്ടിൽ ദൂരെയായിരിക്കുമ്പോൾ അവൾ എനിക്കൊരു കത്തെഴുതി പറയുകയാണ്, പ്രിയബൽ, ഞാൻ കുട്ടികളെ ഇപ്പോൾ ഉറക്കി, ഇന്ന് ഞാൻ വൃത്തിയാക്കി, പിന്നെയും അവൾ എന്തെല്ലാം ചെയ്തുവെന്നും മറ്റും. ഇപ്പോൾ അവൾ ആ കത്തിനുള്ളിൽ അത് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ അവളെ അത്രയേറെ സ്നേഹിച്ചിട്ട് ഞങ്ങൾ അത്രയേറെ ഒന്നായിരിക്കുന്നതിനാൽ എനിക്ക് ആ വരികൾക്കിടയിൽ നിന്ന് വായിക്കാൻ കഴിയുന്നു. നോക്കൂ, അവൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അതവൾ എന്നോട് പറഞ്ഞാലും ഇല്ലെങ്കിലും നോക്കൂ, അവൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ അത് എനിക്ക് അവളോടുള്ള സ്നേഹവും എന്റെ ഗ്രഹണശക്തിയുമാണ്. അതേ വിധത്തിലാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. കാണുന്നോ, ഈ സ്കോളർഷിപ്പ് അതിന്റെ നേരെ മുകളിലൂടെ പോകുന്നു. അവർക്ക് അതൊരിക്കലും കിട്ടില്ല. നോക്കൂ, നിങ്ങൾക്ക് അവനെ അറിയുക, വചനവുമായി പ്രേമത്തിലാകേണ്ടതായിട്ടുണ്ട്. കാണുന്നോ, ഇപ്പോൾ അവൻ എന്താണ് ചെയ്തത് നോക്കൂ. ഇപ്പോൾ അബ്രഹാമും സാറായും രണ്ടുപേരും വൃദ്ധരായിരുന്നു, നന്നേ വയസ്സെന്ന വൃദ്ധരായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ അവർ അവിടെ അധികാലം ജീവിച്ചിരുന്ന സാധാരണ ജനങ്ങളായിരുന്നു എന്നത് അതുകൊണ്ടല്ല. ബൈബിൾ പ്രകാരം പറയുന്നു വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ഉടൻ തന്നെ അതേപ്പറ്റിയാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഏലോഹിമായിരുന്നു, ദൈവം. അവൻ പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെടുക്കൽ മടങ്ങി വരും. ഇപ്പോൾ നോക്കൂ, പിന്നീടുള്ള കാലങ്ങളിലെല്ലാം യാത്രയും മുഴുവനും അവർ ഒരു സഭയ്ക്ക് മാതൃകയായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ അവൻ അവിടെ സാറായെ താൽക്കാലികമായി കേടുപാട് തീർത്തതല്ല, അബ്രഹാമിനെ കേടുപാട് തീർത്തതല്ല. അവൻ അവരെ തിരികെ ഒരു ചെറുപ്പക്കാരനായ പുരുഷനും ചെറുപ്പക്കാരി സ്ത്രീയുമാക്കി. ഇപ്പോൾ അത് അസാധാരണമാണെന്ന് കണ്ടേക്കാം. എന്നാൽ ബാക്കിയുള്ള വചനത്തെ കൂട്ടി നോക്കി അതിനെ ഒരുമിച്ച് കൊണ്ടുവരണം. വചനം പ്രചോദിക്കപ്പെട്ടതാണ്. നിങ്ങളും വചനത്തോടൊപ്പം പ്രചോദിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഓർക്കൂ, അത് കഴിഞ്ഞ ഉടൻ തന്നെ, ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ സാറയുടെ നരച്ച തലമുടി, അവളുടെ തോലിൽ ഷാൾ ചുറ്റിയ ഒരു ചെറിയ അമ്മുമ്മ, ഒരു ചെറിയ പൊടിപുരണ്ട തൊപ്പി, ഒരു വടിയും പിടിച്ചിരിക്കുന്നു. അവിടെ ചുറ്റുമായി പോകുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. എനിക്ക് എന്റെ യജമാനനുമായി അവൻ നന്നേ വയസ്സായിരിക്കുമ്പോൾ ഇനിയും സുഖഭോഗമുണ്ടാകുമോ? കാണുന്നോ, ഇവിടെ അബ്രഹാം നീളമേറിയ താടിയോടും അവൻ നന്നേ വയസ്സ് പോലെ ഒരു വടി പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. അടുത്ത പ്രഭാതത്തിൽ അവന്റെ തോളുകൾ ശക്തിപ്പെടാൻ തുടങ്ങി. ആ വളവ് അവന്റെ പിന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നതും ഞാൻ കാണുന്നു. അവന്റെ മുടി തിരിയാൻ തുടങ്ങുന്നു. അവർ ഒരു ചെറുപ്പക്കാരായ പുരുഷനും ചെറുപ്പക്കാരി സ്ത്രീയെയും പോലെ തിരികെ പോയി. നോക്കൂ, അവിടെ നാം ഒരു കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരം പ്രാപിക്കുകയും ആകാശമേഘങ്ങളിൽ ഒരുമിച്ച് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. നോക്കൂ, അവൻ അബ്രഹാം രാജകീയ സന്തതിയോട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കുകയാണ്. എന്ത് സംഭവിച്ചെന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരട്ടെ. ഇപ്പോൾ അവരായിരുന്ന സ്ഥലത്തൊന്നും ഒരു യാത്ര പുറപ്പെട്ടു. അവർ ഗോമരയിലായിരുന്നു. അവിടെ നിന്ന് നേരെ ഫിലിസ്തീന പ്രദേശമായ ഗെരാർ ദേശത്തേക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എത്ര ദൂരമെന്ന് മേപ്പൽ അടയാളപ്പെടുത്തി നോക്കൂ. അത്രയും പ്രായമുള്ള ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിന യാത്ര. അത് കഴിയുമ്പോൾ അതിനു പുറമെ അവിടെ ഫിലിസ്തീന ദേശത്ത് അബീമേലെക്ക് എന്ന് പേരുള്ള ചെറുപ്പക്കാരനായ ഒരു രാജാവുണ്ടായിരുന്നു. അവൻ ഒരു ഭാര്യയെ തിരയുകയായിരുന്നു. അവന് അവിടെ മനോഹരികളായ ഫിലിസ്തീയ പെൺകുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഈ അമ്മുമ്മയെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അവൾ കാണാൻ സുന്ദരിയായിരിക്കുന്നു. മാത്രമല്ല അവളിൽ അവന് പ്രേമം ജനിക്കുകയും അവൻ അവളെ വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചു. അത് ശരിയാണ്. നോക്കൂ, അവൾ മനോഹരിയായിരുന്നു. കാണുന്നോ, അവൾ തിരികെ ഒരു ചെറുപ്പക്കാരി സ്ത്രീയായി തീർന്നിരുന്നു. ശ്രദ്ധിക്കൂ, അവൾക്കുണ്ടാകണം, ആ കുഞ്ഞിനെ കൊണ്ടുവരണമായിരുന്നു. ദൈവം അവളെ ഒരു പുതിയ സൃഷ്ടിയാക്കി. അവൾക്ക് അതുണ്ടായിട്ട് ആ കുഞ്ഞിനെ വളർത്തണമായിരുന്നു. ഓർക്കൂ, അബ്രഹാം അവന്റെ ശരീരം മരിച്ചതിന് സമമായിരുന്നു. സാറ മരിക്കുമ്പോൾ അബ്രഹാമിന് ഇസഹാക്കിന് 45 വയസ്സുണ്ടായിരുന്നു. സാറ മരിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം അത് കഴിഞ്ഞിട്ടും അബ്രഹാം മറ്റൊരു സ്ത്രീ വിവാഹം കഴിച്ച് 7 പുത്രിമാരെ കൂടാതെ പുത്രന്മാരെ ജനിപ്പിച്ചു. ആമേൻ. നോക്കൂ, വരികൾക്കിടയിലൂടെ വായിക്കൂ. അത് ഒരു മാതൃകയായിരുന്നു. അത് അബ്രഹാമിന്റെ എല്ലാ മക്കളോടും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവിടെ കാണിക്കുകയാണ്. ഇപ്പോൾ നാം അതിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമ്മുടെ കുനിഞ്ഞ തോളും മറ്റും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ നരച്ച തലമുടിയും അതെന്തു തന്നെയായിരുന്നാലും അതിപ്പോൾ കാര്യമല്ല. നാം പുറകിലേക്ക് നോക്കുന്നില്ല. എന്തിലേക്കാണോ നാം വന്നുകൊണ്ടിരിക്കുന്നത്, മുമ്പോട്ട് നോക്കാം. ഇപ്പോൾ ഓർക്കൂ,
അബ്രഹാമും അവന്റെ സാറായും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അടയാളമായിരുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന പുത്രൻ അസ്തിത്വത്തിൽ വരുന്നതിന് മുമ്പ് അവർ കണ്ട അവസാന അടയാളം നാം ആ മണിക്കൂറിലാണെന്ന് നാം വിശ്വസിക്കുന്നു. ആ ഗോത്രപിതാവിന് ഈ ചെറുപ്പക്കാരനായ ആൺകുട്ടി ജനിച്ചപ്പോൾ 12 വയസ്സിനടുത്തുള്ള ഇസാക്കിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? മനോഹരമായ കുഞ്ഞ്, ചുരുണ്ട മുടിയുള്ള പയ്യൻ, ചെറിയ തവിട്ട് നിറമുള്ള കണ്ണുകൾ, മനോഹരിയായ യൗവനത്തിലെ അമ്മയ്ക്ക് എങ്ങനെ അനുഭവപ്പെട്ടിരിക്കും? അവന്റെ അപ്പനും അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഒരു ദിവസം ദൈവം പറഞ്ഞു, ഇപ്പോൾ ഒരു ഉദാഹരണത്തിനായിട്ടാണ് വരാനുണ്ടായിരുന്ന ആ മണിക്കൂറിൽ നിന്ന് നാം വളരെ ദൂരത്തായിരുന്നു. ഈ ആൺകുഞ്ഞിലൂടെ ഞാൻ നിന്നെ ജാതികളുടെ പിതാവാക്കിയിരിക്കുന്നു. എന്നാൽ ഞാൻ നിന്നെ കാണിച്ചിരുന്ന മലയുടെ മുകളിലേക്ക് നീ ഈ കുട്ടിയെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് ഒരു ബലിയായി നീ അവനെ കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അത് നിരൂപിക്കാനാകുമോ? ഇപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള പരീക്ഷയുടെ പോകണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അവനിപ്പോൾ അത് ചെയ്യാറില്ല. അത് ഉദാഹരണങ്ങളായിരുന്നു, നിഴലുകൾ. അബ്രഹാം ഭയന്നോ? ഇല്ല സർ. അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നെനിക്ക് ബോധിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അവനെ മരിച്ചിരുന്നവരിൽ നിന്നും കൈപ്പറ്റിയതാണ്. ദൈവത്തിന്റെ കൽപ്പന എന്നോട് ഇത് ചെയ്യണമെന്ന് പറയപ്പെട്ടിരിക്കുന്നെങ്കിൽ ഞാൻ വാസ്തവമായും അതുമായി നിൽക്കേണ്ടതുണ്ട്. എനിക്ക് മകനെ തരേണ്ടതിന് അതിന്റെ പണം ഒടുക്കിയിരിക്കുന്നു. ഒരു തെളിവായി ഞാൻ അവനെ കൈപ്പറ്റിയതുപോലെ ദൈവത്തിന് അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കാനും കഴിയും. ഓ എന്റെ സുഹൃത്തുക്കളെ, പെന്തക്കോസ്തുകളായ നിങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അന്യഭാഷകളിൽ സംസാരിക്കാൻ നൽകിയെങ്കിൽ അവന് സൗഖ്യമാകുന്ന ശക്തിയിലും അവന്റെ കൃപയുടെ സന്മനസ്സിലും നിങ്ങൾ എത്ര അധികം വിശ്വസിക്കേണ്ടതുണ്ട്. രാജ്യത്തുണ്ടായിരുന്ന എല്ലാ ദൈവശാസ്ത്ര പണ്ഡിതന്മാർക്കും വിരുദ്ധമായി അവനത് ചെയ്തിരുന്നെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ദൈവം അത് ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങളുടെ പീരങ്കിക്കടുത്തായി നിന്ന് നിങ്ങളുടെ വചനം, നിങ്ങളുടെ വാൾ, ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുക. ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതിനെ അവിടെ ഉറപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ, ഇപ്പോൾ അവനെ അവിടെ നിന്നും കോവർ കരുതകളുമായി ഒരു 3 ദിവസ യാത്ര ചെയ്യിച്ചു. ഞാൻ റോന്നു ചുറ്റിലും മറ്റുമായിരുന്നപ്പോൾ വനാന്തരങ്ങളിലൂടെ ഞാൻ ഒരു ദിവസം 30 മൈലുകൾ നടക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പറയാനാകുന്നു. എന്നാൽ ആ മനുഷ്യർക്ക് അവരുടെ വാഹന മാധ്യമത്തിലുള്ള ഏക പോംവഴി ഒന്നുകിൽ കാൽനട അഥവാ അല്ലെങ്കിൽ കഴുത സവാരി ചെയ്യുക എന്നതായിരുന്നു. അവൻ ആയിരുന്നിടത്തു നിന്ന് അവർ 3 ദിവസത്തെ യാത്ര ചെയ്തപ്പോൾ അവൻ തന്റെ കണ്ണ് മുകളിലേക്ക് പായിച്ച് വനാന്തരത്തിൽ ഉൾവശത്ത് വളരെ ദൂരത്ത് ആ മല കണ്ടു. അവൻ ഇസഹാക്കിനെടുത്തു, അവന്റെ കൈകളെ കെട്ടി. അത് ഇവിടെ ഉൽപ്പത്തി 22 ക്രിസ്തുവിന് മാതൃകയായി എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാൽവരി മലയിലേക്ക് കെട്ടപ്പെട്ടവനായി യേശു മലയിലേക്ക് നയിക്കപ്പെട്ടതുപോലെ അവനെ ആ മലയോളം നയിക്കപ്പെട്ടു. ദൈവം തന്റെ മകനെ തരുന്നതുപോലെ ഒരു മാതൃകയായിട്ടാണ് തീർച്ച. എന്നാൽ അവർ അവിടെ എത്തിയപ്പോൾ മാത്രമല്ല, അവൻ അനുസരണയുള്ളവനായിരുന്നു. ഇസഹാക്കിന് ഒരുവിധം സംശയബുദ്ധി ഉണ്ടാവാൻ തുടങ്ങി. അവൻ ചോദിച്ചു, അപ്പാ, ഇതാ ഇവിടെ വിറകുണ്ട്, ഇവിടെ ബലിപീഠം ഇരിക്കുന്നു, തീ ഇവിടെയുണ്ട്, എന്നാൽ യാഗം എവിടെയാകുന്നു? അപ്പോൾ അബ്രഹാം അവിടെ ദൈവത്തിന്റെ വചനം അപ്പോഴും നിലനിന്നിരുന്നതിനാലും അവന്റെ മനസ്സിൽ അതുണ്ടായിരുന്നതിനാലും അവൻ പറഞ്ഞു, എന്റെ മകനെ ദൈവം സ്വയം ഒരു യാഗ കുഞ്ഞാണിനെ കരുതിക്കൊള്ളും. അവൻ ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേർ വിളിച്ചു. അവൻ തന്റെ മകനെ കെട്ടുമ്പോൾ അവൻ മരണത്തിന് അനുസരണയുള്ളവനായിരുന്നു. അവനെ ബലിപീഠത്തിന്മേൽ കിടത്തി കവചത്തിൽ നിന്ന് കത്തി പുറത്തെടുത്ത് തന്റെ സ്വന്തം പുത്രന്റെ ജീവനെടുക്കാൻ തുടങ്ങി. അവനത് ചെയ്യുമ്പോൾ എന്തോ ഒന്ന് അവന്റെ കൈക്ക് പിടിച്ചു എന്ന് പറഞ്ഞു, അബ്രഹാം, നിന്റെ കൈ അനക്കരുത്. മാത്രമല്ല ആ സമയം ഒരു ആട്ടുകൊറ്റൻ അവന് പിന്നിലായി അതിന്റെ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നതായി കണ്ടു. എവിടെ നിന്നാണ് ആ ആട്ടുകൊറ്റൻ വന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിലെ ആടുകളെ ആർത്തിയോടെ നിന്ന മൃഗങ്ങളായ സിംഹങ്ങളും ചെന്നായ്ക്കളും കുറുനരികളും ആ രാജ്യം മുഴുവനും ഉണ്ടായിരുന്നുവെന്ന് ഓർത്തിരിക്കുക. മാത്രമല്ല സാംസ്കാരിക ഉയർച്ച ഉണ്ടാകുന്ന എത്ര പിന്നിലായിരുന്നു അവൻ. അന്ന് അവിടെ ആ മലയുടെ മുകളിൽ വെള്ളമുണ്ടായിരുന്നില്ല. അവൻ ബലിപീഠം ഉണ്ടാക്കുന്നതിനായി ചുറ്റിത്തിരിഞ്ഞ് കല്ലുകൾ പെറുക്കിയെടുത്തിരുന്നു. ആ ആട്ടുകൊറ്റൻ എവിടെ നിന്ന് വന്നു കാണുന്നോ? എന്നാൽ അതൊരു ദർശനമായിരുന്നില്ല. അവൻ ആ ആട്ടുകൊറ്റനെ കൊന്നു. അതിന് രക്തമുണ്ടായിരുന്നു. അവൻ എന്താണ് പറഞ്ഞത്? ദൈവം തനിക്ക് യാഗത്തിനായി ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. നിങ്ങൾ ആ കസരയിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത് എങ്ങനെയാണ്? ആ മന്ദബുദ്ധിയായ കുട്ടി, അന്യഥ ആ കസരയുടെ താങ്കൾ, അവിടെ നിന്നും നിങ്ങൾ ഹൃദയത്തിന്റെ പ്രശ്നമുള്ള താങ്കൾ സൗഖ്യപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ്? അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന് സ്വയം കരുതാനുള്ള കഴിവുണ്ട്. അബ്രഹാം അത് വിശ്വസിച്ചു. ആ ഗോത്രപിതാവ് വാഗ്ദാനത്തോട് വിശ്വസ്തയോടെ നിന്നു. അവൻ ആ വാഗ്ദത്തം ചെയ്തിരുന്നു, അതായത് നിന്റെ സന്തതി. എന്തുകൊണ്ടെന്നാൽ സാഹചര്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കാതെ നീ എന്റെ വചനം വിശ്വസിച്ചു. നിന്റെ സന്തതി
അതിന്റെ ശത്രുവിന്റെ പടിവാതിലുകളെ കൈവശമാക്കും. എന്തുകൊണ്ടാണ്? ഒരു സൂചനയായി അബ്രഹാമിന് വിരോധമായി വരുന്ന ഓരോ ശത്രുവും ശത്രുക്കളായിരുന്ന അവൾ നന്നേ വയസ്സു വന്നിരിക്കുന്നു, ഞാനും നന്നേ വയസ്സു വന്നിരിക്കുന്നു, ഇവയെല്ലാം മറ്റുള്ള എല്ലാ കാര്യവും അവൻ അപ്പോഴും ആ വാഗ്ദത്തത്തിൽ വിശ്വസ്തയോടെ നിന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസം കൈവശം വച്ചിരിക്കുന്ന ആ മനുഷ്യന് സാഹചര്യം എന്തായിരുന്നാലും ശരി, ദൈവത്തിന്റെ വചനം ഇന്നും എടുക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാനാകുന്നില്ലെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയല്ല. അബ്രഹാമിനുണ്ടായിരുന്ന അത്ര വിശ്വാസമാണ് അവന്റെ സന്തതിക്കും ഉണ്ടായിരിക്കുക. അല്പം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആ അബ്രഹാമിനുള്ള വാഗ്ദത്തം അത് അവന്റെ സന്തതിക്കായിട്ടാണ്. ഇപ്പോൾ അവന്റെ രാജസന്തതിക്കും കൂടെയാണ്. അവൻ അബ്രഹാമിന് നൽകിയ ഈ മുദ്ര ഒരു വാഗ്ദത്ത മുദ്രയായിരുന്നു. എഫേസ്യർ 4:30 പ്രകാരം ആ രാജകീയ സന്തതി അവർ പരീക്ഷയിൽ നിന്നുകൊടുത്ത ശേഷം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കൂ. അനേകർ തങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അനേകർ പരിശുദ്ധാത്മ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. അനേകർക്ക് അതിന്റെ അനേക തെളിവുകളും അടയാളങ്ങളും കാണിക്കാനാകും. എന്നാൽ അപ്പോഴും അത് വചനവുമായി ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. കാണുന്നോ, നിങ്ങൾ ഓരോ വചനവും വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങളെ പരീക്ഷയ്ക്ക് ശേഷം മുദ്രയിടുന്നു. നാം വചനത്തിലെ ഓരോ വാഗ്ദത്തവും വിശ്വസിക്കുമ്പോൾ ആ വാഗ്ദത്തത്തെ തീർച്ചപ്പെടുത്താനായി നമ്മെ പരിശുദ്ധാത്മാനാൽ മുദ്രയിടുന്നു. അതായിരുന്നു അവൻ അബ്രഹാമിനോട് ചെയ്ത രീതി. അതിനുശേഷം അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശത്രുവിന്റെ പടിവാതിലുകളെ നമ്മൾ കൈവശപ്പെടുത്താൻ അവകാശമുള്ളൂ. നിങ്ങൾ ആദ്യം ആ സന്തതിയായി തീരാതെ നിങ്ങൾക്കത് ചെയ്യാനാകില്ല. ഓർക്കൂ, ബൈബിളിൽ ഞാൻ അതിനെപ്പറ്റി ഹൂസ്റ്റണിലോ അന്യഥ മറ്റെവിടെ വെച്ച് മറ്റോ അതല്ലെങ്കിൽ ഞാൻ ഡെല്ലാസിൽ എന്ന് അർത്ഥമാക്കിയത് പറഞ്ഞിട്ടുണ്ട്. അടയാളം നോക്കൂ, ഒരു യഹൂദന് അവിടെ ഇസ്രായേലിൽ അവൻ പരിച്ഛേദനാൽ ഒരു യഹൂദനായി തീർന്നു എന്ന് കാണിക്കേണ്ടതിന്. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ രക്തം കാണുമ്പോൾ ആ രക്തം നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. രക്തത്തിലുള്ള ജീവന് ആരാധനക്കാരന്റെ മേൽ വരാൻ കഴിയില്ല. എന്നാൽ അത് മൃഗത്തിന്റെ ജീവനായിരുന്നു. അതൊരു വാസ്തവമായ ജീവൻ വരുന്നു എന്നതിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. അതിനുശേഷം ആ രസതന്ത്രം രക്തത്തെ വാതിലെടുമ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണമായിരുന്നു. ഇസ്സോപ്പിനാൽ പുരട്ടണമായിരുന്നു. അത് സാധാരണ കാണപ്പെടുന്ന ഒരു കാട്ടുപുല്ലാണ്. കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിശേഷപ്പെട്ട വിശ്വാസത്തിന്റെ ആവശ്യമില്ലെന്നാണ്. സാധാരണ പള്ളിയിലേക്ക് വരാനായി നിങ്ങൾ നിങ്ങളുടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലുള്ള ഒരു വിശ്വാസം അത് മതിയാകും. കാണുന്നു, അനേക ജനങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് എന്തോ ചിലത് കിട്ടിയിരിക്കണമെന്നാണ്. എന്നാൽ അല്ല, അത് തെറ്റാണ്. രക്തത്തെ പുരട്ടാനുള്ള ഒരു സാധാരണ വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. വചനം കേൾക്കുക, വചനത്തെ വിശ്വസിക്കുക, അതിനെ നടപ്പിലാക്കുക, അത്ര തന്നെ. കാട്ടുപുല്ലിനെ അങ്ങനെ എടുക്കുക. ഇസോപ്പായിരുന്നു. പാലസ് എല്ലായിടത്തും ചുമരുടെ വിടവിലെല്ലാം സാധാരണ കാണപ്പെടുന്നു. അതിനെടുക്കുക, അവർക്ക് രക്തത്തിൽ പുരട്ടി കഥക് നെടുമടിമേലും കുറുമ്പടിമേലും പുരട്ടുക. ഓർക്കൂ, അവർ എത്രമാത്രം ഉടമ്പടിക്കകത്തായിരുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ആ യഹൂദൻ എത്രമാത്രം പരീക്ഷ നേരിടുന്നവനാണ് എന്ന് കാണിക്കുന്നില്ല. അവരെത്ര നല്ല മനുഷ്യനായിരുന്നു എന്നതുമല്ല. അവിടെ ആ അടയാളമില്ലാതിരുന്നാൽ സകല ഉടമ്പടി റദ്ദായി പോകുന്നു. ഞാൻ രക്തം കാണുമ്പോൾ അത്രമാത്രം. ഇപ്പോൾ രക്തം അടയാളം അതിന്റെ രസതന്ത്രമല്ല, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ രസതന്ത്രമല്ല. എന്നാൽ അത് ചൊരിയപ്പെട്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ രസതന്ത്രം ഉണ്ടാകേണ്ടതുണ്ട്. മൃഗത്തിന്റെ ജീവന് മനുഷ്യന്മേൽ വരാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ മൃഗത്തിന്റെ ജീവനിൽ പ്രാണനില്ല. മൃഗത്തിന് തെറ്റും ശരിയും തിരിച്ചറിയില്ല. മനുഷ്യ ജീവനാണ് ആ പ്രാണനുള്ളത്. ഇപ്പോൾ എന്നാൽ യേശു കന്യകയിൽ പിറന്ന ദൈവത്തിന്റെ പുത്രൻ തന്റെ രക്തം ചൊരിഞ്ഞു. ആ രക്തത്തിലുണ്ടായിരുന്ന ജീവൻ സ്വയം ദൈവം തന്നെയായിരുന്നു. ബൈബിൾ പറയുന്നു, നാം ദൈവത്തിന്റെ രക്തത്താൽ ജീവൻ അഭിഷേകപ്പെട്ടിരിക്കുന്നു. യഹൂദന്റെ രക്തത്താലല്ല, ജാതികളുടെ രക്തത്താലല്ല, എന്നാൽ ദൈവത്തിന്റെ ജീവനാൽ. ദൈവം ഈ രക്തകോശത്തെ സൃഷ്ടിച്ചു, കന്യകയോടെ പറന്നു. അവൾ ഒരിക്കലും ഒരു പുരുഷനെ അറിഞ്ഞിരുന്നില്ല. അത് മാത്രമല്ല, അവളിൽ നിന്ന് അണ്ടവും പുറത്തു വന്നില്ല. ആ അണ്ടമാണത് ചെയ്തതെന്ന് നിങ്ങളിൽ അനേകർ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം. ഒരു വികാരമുണ്ടാകാതെ അണ്ടത്തിന് അവിടെ വരാനാകില്ല. എങ്കിൽ പിന്നെ ദൈവം എന്താണ് ചെയ്തത് കാണുന്നോ? അവൻ രക്തകോശത്തെയും അണ്ടത്തെയും രണ്ടിനെയും സൃഷ്ടിക്കുകയും അത് ദൈവത്തിന്റെ വിശുദ്ധ കൂടാരമായി തീരുകയും ചെയ്തു. ഞാൻ എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. നോക്കൂ, ആ അണ്ടം വന്നത് ഇവിടെ നിന്നാണ്. അവന്റെ പ്രാണനെ ഞാൻ പാതാളത്തിൽ വിടുകയില്ല. അവന്റെ ശരീരം വിശുദ്ധമായിരുന്നു.
ഓ എന്റെ, നിങ്ങളത് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ സ്വയം ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കാനാകും? നാം ദൈവത്തിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് എന്റെ വിശ്വാസം. ഒരു പ്രവാചകന്റെ രക്തത്തിന്മേൽ ഞാൻ അവിടേക്ക് നടന്നിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യന്റെ അന്യഥ ഒരു ദൈവശാസ്ത്ര പണ്ഡിതന്റെയോ അതല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവിന്റെ രക്തത്തിന്മേൽ ഞാൻ അവിടേക്ക് നടന്നിരുന്നില്ല. ഞാൻ അവിടേക്ക് ദൈവത്തിന്റെ രക്തത്തിലാണ് നടന്നിരുന്നത്. ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവൻ മനുഷ്യനായി തീർന്നു. അവൻ തന്റെ കുലം മാറ്റി. അവൻ തന്റെ ചെഞ്ചിനെ നമ്മോടൊപ്പം ഇവിടേക്ക് വലിച്ചു നീട്ടി. നമ്മിൽ ഒരുവനായി തീർന്നു. അവൻ നമ്മുടെ ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമ്മുടെ ബന്ധുവായി മാറി. എന്തുകൊണ്ടെന്നാൽ അത് നിയമമായിരുന്നു. ദൈവം മനുഷ്യനായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. അത് എങ്ങനെയാണ് ശ്രദ്ധിക്കൂ. ഇത് ചെയ്യുന്നതിലൂടെ അവൻ അവനിൽ നിന്ന് വന്നു. ആത്മാവ് ദൈവമായിരുന്നു. ആ ആത്മാവ് വിശ്വാസിയുടെ മേലായി തീർന്നു. ആകയാൽ നമ്മുടെ സമർപ്പണത്തിലുള്ള ജീവൻ നാം അതേ ജീവനാലാണ് തിരിച്ചറിയപ്പെടുന്നത്. ദൈവത്തിന്റെ ജീവൻ അത് നമ്മുടെ സമർപ്പണത്തിന്റെ തിരിച്ചറിയലായിരുന്നു കൊണ്ട് മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒരു അശുദ്ധ വസ്തു എന്ന് വിളിച്ചാൽ അതവർക്ക് കാണാനാവുന്നത് എങ്ങനെ? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. നമ്മുടെ കൈകൾ അതിന്മേൽ വെച്ചിട്ട് നമ്മുടെ സ്വന്തം ചിന്തകൾക്ക് നാം മരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ ജീവൻ യാഗത്തിന്മേൽ തിരികെ വരുന്നു. അത് കഴിഞ്ഞാൽ നമ്മെ വിഭാഗ്യ സഭകൾ മതപരമായ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് മറ്റും തള്ളിക്കൊണ്ട് അത് വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? നാം ആ വക കാര്യങ്ങളിൽ നിന്ന് മരിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഈ വക കാര്യങ്ങളൊന്നും എന്നെ അലോരസപ്പെടുത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിൽ സമ്പൂർണമായതിൽ അവൻ കെട്ടപ്പെട്ടിരുന്നു. മാത്രമല്ല, വാസ്തവമായ ഓരോ നേട്ടവും ഒരു സമ്പൂർണതയിൽ കെട്ടിയിരുന്നു. എന്റെ സമ്പൂർണതയും വചനമാകുന്നു. അതുമല്ല, അത് യഥാർത്ഥ ആത്മാവിൽ ജനിച്ചവർ ആര് തന്നെയായാലും അവരുടെ സമ്പൂർണതയും ദൈവത്തിന്റെ വചനമായിരിക്കും. ഞാനതുമായി കെട്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ കൈകളെ അതിന്മേൽ വെച്ചിരിക്കുന്നു. അത് എന്റെ സ്ഥാനത്ത് എടുത്തു. ഞാൻ അവനുമായി എന്നെ തന്നെ അനുരൂപമാക്കിയുമിരിക്കുന്നു. അവനെ നാമുമായി അനുരൂപമാക്കാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരുന്നതായി നാം അറിയുന്നു. അത് കലർപ്പില്ലാത്ത വിശ്വാസത്തെ കൊണ്ടുവരുന്നു. നിങ്ങളുടെ സ്വന്തം വിശ്വാസമല്ല, എന്നാൽ അവന്റെ വിശ്വാസം. നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകാത്ത എന്തോ ഒന്ന് അവൻ അത് ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ. അതിനുശേഷം അത് കഴിഞ്ഞാൽ മാത്രമേ അപ്പോൾ ആ വാഗ്ദത്തം നിങ്ങൾക്കായി ചെയ്യുന്നുള്ളൂ. എത്രമാത്രം സഭകളിൽ നിങ്ങൾ ചേർന്നെന്ന പ്രശ്നമല്ല, എത്ര പ്രാവശ്യം നിങ്ങൾ സ്നാനമേറ്റിരിക്കുന്നോ, മുഖം മുന്നിലേക്കോ പിന്നിലേക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുമാകാം. ആ മുദ്ര നിങ്ങളിൽ ഇടുന്നതുവരെ നിങ്ങളുടെ സമർപ്പണവുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ദൈവത്തിന്റെ മുദ്ര എന്താ? എഫേസ്യർ 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പെന്നാളിലായി മുദ്രയിട്ടിരിക്കുന്നത്. ഒരു ഉണർവ് മുതൽ മറ്റൊന്നു വരെയല്ല, എന്നാൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നത് വരെ നിത്യമായി മുദ്രയിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഓർക്കൂ, നിങ്ങൾ ദൈവത്തിന്റെ ചിന്തയിലില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തോടൊപ്പമായിരിക്കില്ല. അവൻ ഒരു വീണ്ടെടുപ്പുകാരനായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? അപ്പോൾ പിന്നെ വീണ്ടെടുക്കപ്പെട്ട എന്തും അത് എവിടെ നിന്നാണോ വീണു പോയത് അവിടേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ അവൻ നമ്മെ വീണ്ടെടുക്കാനാണ് വന്നതെങ്കിലും നാം എല്ലാവരും പാപത്തിൽ ജനിച്ചു, അകൃത്യത്തിൽ ഉരുവായി കള്ളം പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് വന്നു. ഒരിക്കൽ വീണ്ടെടുക്കപ്പെടാൻ കഴിയാതിരുന്നിട്ടും നമുക്കെല്ലാവർക്കും എപ്രകാരമാണ് സാധിച്ചത്? അത് കാണിക്കുന്നാൽ ആ യഥാർത്ഥ ക്രിസ്ത്യാനി ഒരു ലോകമോ അഥവാ നക്ഷത്രമോ അന്യഥാ വായുവോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉളവാക്കപ്പെടും മുമ്പ് ദൈവത്തിന്റെ ചിന്തയുടെ ഒരു പ്രതീകമായിരുന്നു എന്നാണ്. അത് നിത്യമായതും അവൻ വന്നത് നമ്മെ വീണ്ടെടുക്കാനുമായിട്ടായിരുന്നു. അത് ദൈവത്തിന്റെ ചിന്തയായിരുന്നു. ഒരു വചനവുമായി അരുളി ചെയ്യപ്പെട്ടു, ഉളവായി വന്നു, പിന്നെ അവന്റെ ചിന്തയിലേക്ക് തിരികെ കൊണ്ടുവരപ്പെട്ടു. ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം സ്വയം നമ്മിൽ ഒരുവനായി തീർന്നതിന്റെ കാരണം ഏതാണ്? മറ്റൊന്നും അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. മറ്റൊന്നിനും കഴിയില്ല. ഒരു ദൂതന് അത് കഴിയില്ലായിരുന്നു. നമ്മെ വീണ്ടെടുക്കേണ്ടതിന് അവൻ താഴേക്കിറങ്ങി വന്നു. നാം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടതുപോലെ പ്രേരിപ്പിക്കപ്പെടണമായിരുന്നു. ഇപ്പോൾ അബ്രഹാമിന്റെ സ്വാഭാവിക സന്തതിയെ ശ്രദ്ധിക്കൂ. ദൈവം തന്റെ വചനത്തെ സ്വാഭാവിക സന്തതിയുമായി സൂക്ഷിക്കുന്നു എന്ന് നോക്കാൻ അത്തരത്തിലെ സ്വാഭാവിക സന്തതിയെ പരിശോധിക്കാം. അത് ഇസ്ഹാക്കായിരുന്നു. ഒരു ചോദ്യവും ഉന്നയിക്കാതെ ദൈവത്തിന്റെ മുഴുവൻ വാഗ്ദത്തം വിശ്വസിച്ചിരുന്ന ചില സ്വാഭാവിക സന്തതികളെ
നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഓർക്കൂ, അവിടെ 10,000 ആയിരക്കണക്കിന് പിന്നെയും ആയിരക്കണക്കിന് ജനങ്ങൾ അവരപ്പോഴും അബ്രഹാമിന് സന്തതി അല്ലാതിരുന്നിട്ടും അവിടെ പരിച്ഛേദന ഏൽക്കുകയും മറ്റും ചെയ്തിരുന്നു. തീർച്ച, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അവരിൽ അനേകർ തോൽവിയടഞ്ഞു, നിശിതമായി തോൽവിയടഞ്ഞു. നോക്കൂ, വനാന്തരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ വിശുദ്ധ യോഹന്നാൻ 6 പെസഹയുടെ ദിവസമോ അഥവാ നീരുറവയിൽ നിന്ന് കുടിക്കുന്നതോ ആയിരുന്നു. അവരെല്ലാവരും ഉല്ലസിക്കായിരുന്നു. യേശു പറഞ്ഞു, വനാന്തരത്തിലുണ്ടായിരുന്ന പാറ ഞാനാകുന്നു, സ്വർഗത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ജീവനപ്പം ഞാനാകുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ വനാന്തരത്തിൽ 40 വർഷം മന്ന തിന്നു. അവൻ പറഞ്ഞു, അവരെല്ലാവരും മരിച്ചു. ആ വാക്കിനെടുത്ത് അതിനെ പരിശോധിച്ച് നോക്കി, അതെന്തർത്ഥമാക്കുന്നു എന്ന് നോക്കുവിൻ. നിത്യമായി വേർപെട്ടു. അപ്പോഴും അവർ അബ്രഹാമിന്റെ മക്കളായിരുന്നു. മരണം അർത്ഥമാക്കുന്നത് മാറ്റപ്പെടുക, വേരോട് നശിപ്പിക്കുക, തീർത്തും നശിപ്പിച്ചു കളയുക, ഉന്മൂലം ചെയ്യുക. യേശു പറഞ്ഞു, അവർ പരിച്ഛേദനേറ്റ യഹൂദന്മാരായിരുന്നു. അവരിൽ ഓരോരുത്തരും അവർ മരിച്ചു. നോക്കൂ, പാവം പിടിച്ച സാമാന്യ ജനങ്ങൾ, നമ്മൾ മെത്തോഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ക്രിസ്ത്യൻ അങ്ങനെയുള്ളതും മറ്റുമുള്ളതായി അല്പം സംഭ്രമത്തിലായി പോകുന്നു. നാം ചെയ്യുന്നത് പോലെ തന്നെ പിശാച് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾക്കതുമായി അനുരൂപരാകേണ്ടതുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്രണത്താൽ അതിലേക്ക് സാക്ഷ്യം കിട്ടേണ്ടതുണ്ട്. വചനത്തെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ്, അതെ, ഇപ്പോൾ അത് മറ്റൊരു ദിവസത്തേക്കായിരുന്നു, അവിടെ തെറ്റായ എന്തോ ഉണ്ട്. ഒരു മനുഷ്യൻ ഓടി വന്നുകൊണ്ടിരിക്കുന്നു, വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അയാളോട് പറയുകയാണ്. അപ്പോൾ അയാൾ കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് ഓടിപ്പോകുകയും, ഞാനതിനെ സ്വീകരിക്കില്ല, ഞാനതിനെ അങ്ങനെ നിരാകരിക്കുന്നു, വെളിച്ചം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിൽ എന്തോ കുഴപ്പമുണ്ട്. അവൻ മാനസികമായി താറുമാറാക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ചൂടുള്ള രശ്മിയെയും അതിന്റെ ജീവൻ നൽകുന്ന മാർഗത്തെയും അവൻ നിരസിക്കുകയാണെങ്കിൽ അവന് മാനസികമായി എന്തോ തകരാറുണ്ട്. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനം കണ്ടിട്ട് അവന്റെ മുന്നിൽ കാര്യങ്ങളെ നേരെയാക്കി അനുരൂപമാക്കപ്പെട്ടതിനു ശേഷം അവന്റെ വിഭാഗീയ സഭയുടെ കട്ടൻ താഴേക്ക് വലിച്ചിടുന്നെങ്കിൽ ആത്മീയമായി ആ മനുഷ്യനെന്തോ കുഴപ്പമുണ്ട്. അവിടെ എന്തോ ആത്മീയമായ കുഴപ്പമുണ്ട്. അവന് സ്വീകരിക്കാനാകുന്നില്ല. അന്ധൻ അതറിയാതിരിക്കുന്നു, ന്യായവിധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ദൈവം ന്യായാധിപതിയായിരിക്കും. ശ്രദ്ധിക്കൂ, അവർ അത് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ വിശ്വസിച്ച വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കൂ. അബ്രഹാമിന്റെ വിത്തുകളിൽ ഉൾപ്പെട്ട ചിലരെ നമുക്കിപ്പോൾ പരിശോധിക്കാം. നമുക്ക് ഇബ്രാഹിം മക്കളെ എടുക്കാം. എന്തുകൊണ്ടെന്നാൽ അവർ ശരിയായി നിൽക്കുകയും ഒരു വിഗ്രഹാരാധനയ്ക്ക് ഇടം കൊടുത്തതുമില്ല. ആ രാജ്യത്തിൽ രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തിന് മുന്നിൽ വണങ്ങുന്നതിനെ അവർ തള്ളിക്കളഞ്ഞു. അത് ഒരു വിശുദ്ധ മനുഷ്യനായ ദാനിയേലിനെ പോലെയുള്ള രൂപത്തിലായിരുന്നു. എന്നിട്ടും ജാതികളുടെ കുലം ഒരു വിശുദ്ധ മനുഷ്യന്റെ പ്രതിമയെ ആരാധിക്കുന്ന തെറ്റാവശത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്ന് കാണിക്കുന്നു. ജനങ്ങളുടെ പ്രതിമകളെ ആരാധിക്കാനായി ജനങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ അത് അതേ രീതിയിൽ തന്നെ പോകും. ചുമരിൽ ഒരു കൈയെഴുത്തായി എഴുതപ്പെട്ട വചനത്തെ അത് വെളിപ്പാടിനാൽ ദാനിയേലിന് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു. അതേ വിധത്തിൽ തന്നെയാണ് ജാതികളുടെ പ്രതിമയും അതകത്തേക്ക് വരുന്നതും അതേ രീതിയിൽ തന്നെ പുറത്തേക്ക് പോകുന്നതും. ശ്രദ്ധിക്കൂ, അവർ അത് ചെയ്യുന്നത് നിരസിച്ചു കളഞ്ഞു. മാത്രമല്ല, അവർ ചെയ്തത് എന്തായിരുന്നു? അവർ വചനത്തോടൊപ്പം യഥാർത്ഥമായി നിന്നിരുന്ന അബ്രഹാമിന്റെ സന്തതിയായിരുന്നു. അവർ അഗ്നിയുടെ ശത്രുവിന്റെ പടിവാതിലുകളെ കൈവശപ്പെടുത്തി. അവർ അത് ചെയ്തു. അതെ, ദൈവത്തിന്റെ വചനം സത്യമാകുന്നു. ദാനിയേൽ ഏക സത്യദൈവത്തെ ആരാധിക്കുന്നതിനാൽ പരീക്ഷിക്കപ്പെട്ടു. അവൻ അതിനായിട്ടാണ് പരീക്ഷിക്കപ്പെട്ടത്. പരീക്ഷയുടെ സമയം അവൻ ആ പരീക്ഷയിൽ നിന്നു. നാം അതിന് സാധാരണ പറയാറുള്ളത് പോലെ അവനെ വേണ്ടി ചിപ്സ് താഴേക്ക് അയച്ചു. ദൈവം എന്ത് ചെയ്തു? അവർക്ക് എന്തു ചെയ്യണമെന്നും അറിയില്ലായിരുന്നു. അവർ അവനെ സിംഹങ്ങൾക്ക് ആഹാരമായി കൊടുക്കാൻ പോവുകയായിരുന്നു. എന്നാൽ ദാനിയേൽ ആ പരീക്ഷയിൽ ശരിയായി തന്നെ നിന്നു. അവിടെ ഒരു യഥാർത്ഥ ദൈവമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ ശത്രുവിന്റെ പടിവാതിലെ കൈവശമാക്കി. ദൈവം സിംഹത്തിന് വായടച്ചു കളഞ്ഞു. മോശെ പരീക്ഷയിൽ കള്ള അനുകാരികളായിരുന്ന എംബ്രേസിനും എന്നേസിനും മുന്നിൽ യഥാർത്ഥ വാഗ്ദത്ത വചനത്തോട് ചേർന്നു. നോക്കൂ, ദൈവം അവനെ അലൗകികമായി സന്ധിച്ച് ഈ അടയാളങ്ങളെ കാണിക്കാം, ഈ കാര്യങ്ങളെ ചെയ്യാൻ പറഞ്ഞു. മാത്രമല്ല,
ഓരോ അടയാളത്തിനും ഒരു ശബ്ദമുണ്ടായിരിക്കണം. അവൻ യഥാർത്ഥമായി അറിഞ്ഞിരുന്നത് പോലെ തന്നെ മോശ നേരെ എവിടേക്ക് പോയി? അവൻ വഴി നിലത്തെറിഞ്ഞപ്പോൾ അതൊരു സർപ്പമായി മാറി. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാ ആ അനുകാരികൾ വരുന്നു, അവരും അതേ കാര്യം തന്നെ ചെയ്യുന്നു. ഇപ്പോൾ മോശ തന്റെ കൈകളെ മുകളിലേക്ക് കുടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല, അതെ, അതെല്ലാം തെറ്റായിരുന്നു എന്നാണ് ഞാൻ നിരൂപിക്കുന്നത്. അവൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ദൈവത്തിനായി കാത്തിരുന്നു. അവൻ യഥാർത്ഥമായി കാത്തിരുന്നു. അവിടെ എത്ര അനുകാരികൾ ഉണ്ടായിരുന്നു എന്നവൻ കാര്യമാക്കിയില്ല. അവൻ യഥാർത്ഥമായി നിന്നു. അവൻ ആ സ്ഥലത്തു നിന്നും ആ ജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന തന്റെ കർത്തൃത്വത്തിൽ അവൻ യഥാർത്ഥമായി നിൽക്കുമ്പോൾ അവന്റെ വഴിയിൽ വെള്ളം മതിലായി നിന്നു. അപ്പോൾ ദൈവം അവനെ അത് സ്വായത്തമാക്കാൻ അനുവദിച്ചു. മാത്രമല്ല, അവനെ നയിച്ചുകൊണ്ടിരുന്ന അഗ്നിസ്തംഭത്താൽ അവൻ ആ പടിവാതിനെ തുറന്നു കൊടുത്തു. അവൻ വാഗ്ദത്ത ദേശത്തേക്ക് ആ ജനങ്ങളെ എടുത്തുകൊണ്ടുപോയി. യോശുവ മറ്റൊരു മഹാൻ നായകൻ. അതിൽ നിന്നും രണ്ട് മാത്രം, യോശുവയും കാലേബും വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു. അവർ കാദേശ് എന്നൊരു സ്ഥലത്തെത്തി. അത് ആ സമയത്ത് ലോകത്തിന്റെ കേന്ദ്രസ്ഥാനമായിരുന്നു. അതത്രയുമായിട്ട് അത് ന്യായവിധിയുടെ സിംഹാസനമായിരുന്നു. അവർ ആ ദേശത്തെ ഒറ്റുനോക്കാൻ അവിടേക്ക് 12 ചാരന്മാരെ പറഞ്ഞയച്ചു. 12 പേരും മടങ്ങി വരികയും ചെയ്തു. അവരിൽ 10 പേർ പറഞ്ഞു, അത് വളരെ കഠിനമായ ഒരു ജോലിയാണ്, നമുക്കത് ചെയ്യാനാകില്ല. അതെ, അവിടെയുള്ള ജനങ്ങൾ അവരുടെ ഞങ്ങളെ വെട്ടുക്കിളികളെ പോലെ കണ്ടു. എന്നാൽ യോശുവ ചെയ്തതെന്താണ്? അവൻ ജനങ്ങളെ ശാന്തമാക്കി. അവൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണേ, നാം എത്ര ചെറുതായിരുന്നാലും അഥവാ കുറഞ്ഞ പക്ഷത്തായാലും ശരി, അതിൽ കാര്യമില്ല. നാം അതിനെ കൈവശമാക്കുവാൻ കഴിവുള്ളവരാണ്. അവൻ എന്തു ചെയ്യുകയായിരുന്നു? അവൻ ആ വാഗ്ദത്തത്തോട് യഥാർത്ഥമായി ചേർന്ന് നിൽക്കുകയായിരുന്നു. ഈ ദേശം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്നാൽ അതിലെ ഓരോ ഇഞ്ചിനു വേണ്ടിയും നിങ്ങൾ പൊരുതേണ്ടതുണ്ട്. അമ്മേ, നിങ്ങളത് വിശ്വസിക്കുമോ? നിങ്ങളുടെ രോഗസൗഖ്യം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, എന്നാൽ അതിലെ ഓരോ ഇഞ്ചിനായും നിങ്ങൾ പോരിടേണ്ടതുണ്ട്. നിന്റെ ഉള്ളങ്ങൾ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാനതിനെ നിന്റെ അവകാശമായി നൽകിയിരിക്കുന്നു. കാൽപ്പാട് എന്നാൽ ഉടമസ്ഥത എന്നർത്ഥം. അതെല്ലാം നിന്റേതാണ്. എല്ലാ വാഗ്ദത്തവും നിനക്കുള്ളതാണ്. എന്നാൽ അതിന്റെ വഴിയിൽ ഇപ്പോൾ ഓരോ ഇഞ്ചിനും നിനക്ക് പൊരുതേണ്ടതുണ്ട്. ഇപ്പോൾ ദൈവം എന്താണ് പറഞ്ഞിരുന്നെന്ന് യോശുവ അറിഞ്ഞിരുന്നു. അവൻ അബ്രഹാമിന് സന്തതിയായിരുന്നു. കാണുന്നോ, അവൻ പറഞ്ഞു, ഞാൻ അത് വിശ്വസിക്കുന്നു. അതായത് ആ ദേശം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല, നാം അതിനെ കൈവശപ്പെടുത്തുവാൻ ശക്തരുമാകുന്നു. ആ പരീക്ഷയിൽ ഇസ്രായേലിന്റെ മുഴുവൻ കൂട്ടർക്കും എതിരായി അവൻ നിന്നു. എല്ലാ കുലങ്ങളും സകല ജനവും വിലപിച്ചും കരഞ്ഞുകൊണ്ടിരുന്നു. യോശുവ പറഞ്ഞു, മൗനമായിരിപ്പിൻ, ദൈവം ആ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. നിങ്ങൾ എത്ര വലുതാണെന്നോ എതിർപ്പ് എന്താണെന്നോ, മാത്രമല്ല ഡോക്ടർ എന്തു പറഞ്ഞെന്നാലും കാര്യമില്ല, ദൈവം ആ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അത് ചെയ്യേണ്ടത് ദൈവത്തിന്റെ കാര്യമാണ്. അവൻ ചെയ്തെന്താണ്? അവൻ യോർദാൻ നദിക്കരയിലെ വരുമ്പോൾ അവൻ ആ പടിവാതിലിനെ കൈവശമാക്കി. അതാണ് അവൻ ചെയ്തത്. യെരിഹോ ഒരു ആമ അതിന്റെ തോടിനുള്ളെന്ന പോലെ അടച്ചിരുന്നു. അവൻ എന്തു ചെയ്തു? അവൻ പടിവാതിലിനെ കൈവശമാക്കി. ഒരു നാൾ അവന്റെ ശത്രു അവൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ സൂര്യനെ അവിടെ തന്നെ അനങ്ങാൻ നിൽക്കുക എന്ന് വരെ കൽപ്പിച്ചിട്ട് തന്റെ ശത്രുവിന്റെ പടിവാതിലിനെ കൈവശപ്പെടുത്തി. മാത്രമല്ല, സൂര്യൻ അവൻ അനുസരിക്കുകയും 24 മണിക്കൂർ നേരം മാറിപ്പോകാതെയും ഇരുന്നു. അവന് എന്ത് ചെയ്യാനുണ്ടെന്നിരിക്കലും ദൈവം തന്റെ വാഗ്ദത്തത്തോട് യഥാർത്ഥമായി നിൽക്കുന്നു. സ്വർഗത്തിന് മുന്നിൽ പാപ്പരായിരുന്നാലും അവൻ തന്റെ വചനത്തെ തോലിവിടാൻ അനുവദിക്കില്ല. അവനെ കാത്തുപാലിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനവും അവൻ ഒരിക്കലും ചെയ്യുകയില്ല. നിന്റെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ് ഞാനാകുന്നു. അവർ രോഗികളെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ആമേൻ. സകലതും സാധ്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ലെങ്കിൽ, യോശുവ അത് വിശ്വസിച്ചു. ദൈവം ഭൂമിയെ ചുറ്റിക്കറക്കുന്നത് നിർത്തേണ്ടി വന്നാലും യോശുവ തന്റെ ശത്രുവിന്മേൽ സ്വയം പ്രതികാരം ചെയ്തു തീരും വരെ ഭൂമി 24 മണിക്കൂർ ചുറ്റാതെ അതിനെ അവിടെ മറ്റെന്തോ ശക്തിയാൽ, അവന് സ്വന്തം ശക്തിയാൽ താങ്ങി നിർത്തി. അവൻ പടിവാതിലുകളെ കൈവശമാക്കി. തീർച്ചയായും അവനത് ചെയ്തു. ദൈവം എന്നും സത്യമാണ്. ഇപ്പോൾ നമ്മുടെ പക്കൽ കൂടുതൽ വീരന്മാരിലേക്ക് പോകാൻ സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ പക്കൽ 10 മിനിറ്റുകളേ ഉള്ളൂ. നോക്കൂ, മുൻപുള്ള ഈ എല്ലാ വീരന്മാരും അവർ ആയിരുന്നപ്പോൾ മഹാന്മാരായ വിശ്വാസ വീരന്മാരായിരുന്നു. അവരെല്ലാവരും മരണത്തിന്റെ പടിവാതിൽ വെച്ച് മരിച്ചു. മരണത്തിന്റെ പടിവാതിൽ വെച്ച് തന്നെ അവരെല്ലാവരും നശിച്ചുപോയി. അത് കഴിയുമ്പോൾ അബ്രഹാമിന് രാജകീയ സന്തതി കടന്നു വരുന്നു. അവരെല്ലാവരും ഇസഹാക്കിൽ നിന്നുള്ള സ്വാഭാവിക സന്തതികളായിരുന്നു. എന്നാൽ ഇതാ അബ്രഹാമിന് രാജകീയ സന്തതി കടന്നു വരുന്നു. അത് ക്രിസ്തുവായിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തിലെ സന്തതി. അത് തന്നെയാണ് നാമുമായിരിക്കേണ്ടത്. നാം ആയിരിക്കുന്നോ അഥവാ അല്ലയോ എന്ന് നോക്കൂ. സ്വാഭാവിക സന്തതി ഒരു മാതൃക മാത്രമായിരുന്നു. മറ്റെല്ലാവരും സ്വാഭാവിക രീതിയിലാണ് പിറന്നത്. എന്നാൽ അവൻ ഒരു കന്യകയിലൂടെ ജന്മമെടുത്തു. നോക്കൂ, അപ്പോൾ അതൊരു യഹൂദനായ അബ്രഹാമിന്റെ സന്തതിയായിരുന്നില്ല.
അവൻ വാഗ്ദത്തത്തിന്റെ വിശ്വാസന്തതിയായിട്ടാണ് വന്നത്. പിന്നെ അതിനുശേഷം നാം ഈ മനുഷ്യനിലൂടെ അവന്റെ മക്കളാകേണ്ടതുണ്ട്. അവൻ എന്തു ചെയ്തു ശ്രദ്ധിക്കൂ. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ശത്രുവിനുണ്ടായിരുന്ന ഓരോ പടിവാതിലിനെയും അവൻ ആ രാജകീയ സന്തതി പടവെട്ടി ജയിച്ച് അതിനെ കൈവശമാക്കി. അവനത് വചനത്താൽ വാഗ്ദത്തം ചെയ്തിരുന്നു. അവനതിനെ പടവെട്ടി ജയിച്ചു. അവൻ നമുക്കായി രോഗത്തിന്റെ പടിവാതിലിനെ പടവെട്ടി ജയിച്ചു. അത് ചെയ്യാനാണ് അവൻ വന്നത്. അവൻ രോഗികളായ ജനങ്ങളെ ഓർക്കൂ. അവൻ ആ പടിവാതിലിനെ പടവെട്ടി ജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനായി പടവെട്ടേണ്ട ആവശ്യമില്ല. അവൻ പടവെട്ടി ജയിച്ചിരിക്കുന്നു. മറ്റു മനുഷ്യർക്ക് അവരുടെ സ്വന്തമായ പടിവാതിലിനെ പടവെട്ടി ജയിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് പടവെട്ടി ജയിക്കേണ്ട ആവശ്യമില്ല. അതാദ്യം തന്നെ പടവെട്ടി ജയിച്ചിരിക്കുകയാണ്. അവൻ രോഗത്തിന്റെ പടിവാതിലുകളെ പടവെട്ടി ജയിച്ചപ്പോൾ ചെയ്തതെന്താണ്? അവൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നമുക്ക് പടിവാതിൽ താക്കോലുകളെ നൽകിയിരിക്കുകയാണ്. അവൻ പ്രലോഭനത്തിന്റെ വാതിലുകളെ വചനത്താൽ പടവെട്ടി ജയിച്ചു. ശത്രുവിനോട് എതിർത്ത് നിൽക്കുക, അത് നിന്നെ വിട്ട് ഓടിപ്പോകും എന്നായിരുന്നു അതിന്റെ താക്കോൽ. അവൻ അതിനെല്ലാറ്റിനെയും പടവെട്ടി ജയിച്ചു. ഓരോ രോഗത്തെയും പടവെട്ടി ജയിച്ചു. അവൻ മരണത്തെ പടവെട്ടി ജയിച്ചു. അവൻ നരകത്തെയും പടവെട്ടി ജയിച്ചു. അവൻ മരണത്തെയും പാതാളത്തെയും പടവെട്ടി ജയിച്ചു. മറ്റുള്ളവർക്ക് പടവെട്ടി ജയിക്കാൻ കഴിയാത്തതിനെ അവൻ പടവെട്ടി ജയിച്ചു. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാം സ്വാഭാവിക സന്തതിയിൽ നിന്നുള്ളവരായിരുന്നു. ഇത് ആ അലൗകികമായ സന്തതിയായിരുന്നു. അവൻ കല്ലറുടെ പരിവാദിനെ പടവെട്ടി ജയിച്ചു. പിന്നെ മൂന്നാം നാൾ നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നാം പടവെട്ടി ജയിക്കുന്നവരെക്കാൾ കൂടിയവരാണ്. ഒരവകാശം എന്നോണം പടവെട്ടി ജയിക്കുന്നവരെക്കാൾ മുകളിലാണ്. നാം അതിലേക്ക് നേരെ നടന്നു ചെല്ലുകയാണ്. ഇപ്പോൾ നാം തോൽവിയടഞ്ഞ ശത്രുവുമായാണ് പെരുമാറുന്നത്. രോഗം പരാജയപ്പെട്ടു, മരണം പരാജയപ്പെട്ടു, നരകം പരാജയപ്പെട്ടു, സകലതും പരാജയപ്പെട്ടു. ഓ, എന്റെ സൈസിന് രണ്ടിരട്ടി ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. എങ്കിൽ ഞാൻ ഒരുപക്ഷെ 2 വട്ടം നന്നായിരിക്കുന്നതായി അനുഭവിക്കുമായിരുന്നു. നാം പടവെട്ടി ജയിച്ച ഒരു ശത്രുവുമായിട്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസിന് തലവെട്ടാൻ വേണ്ടി അവർ ഒരു കട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓ മരണവേദന വിഷമുള്ളവിടെ, എവിടെ വെച്ചാണ് നീ ഇങ്ങനെ സംഭ്രാന്തി കാണിക്കുന്നവനും നിലവിളിക്കുന്നവനുമായി കണ്ടത്? എന്നെ കാണിക്ക് എന്ന് പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. കല്ലറയെ, നിന്റെ ജയം എവിടെ? അത് മാത്രമല്ല, നീ അവിടെ എന്നെ പൊടിമണ്ണാക്കുമെന്നാണ് വിചാരിക്കുന്നത്. അവിടെയുള്ള ഒന്നിൽ ഞാൻ നിനക്കവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒന്ന് ചൂണ്ടിക്കാണിക്കും. ഞാൻ അവനിലാകുന്നു. അവനെ അവസാന നാളിൽ ഉയർപ്പിക്കും. ഒരു തോൽവി അടഞ്ഞ ശത്രു അബ്രഹാമിന്റെ ആ രാജകീയ സന്തതി. ഇപ്പോൾ സ്വാഭാവിക സന്തതിക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ രാജകീയ സന്തതിക്ക് പടവെട്ടി ജയിക്കാനാകും. മുന്നമേ തന്നെ പടവെട്ടി ജയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ഓരോ പടിവാതിലും പടവെട്ടി ജയിച്ചുകൊണ്ട് നമുക്ക് മുന്നേ പോയിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് ശേഷം അവൻ ഇപ്പോൾ ആ ശക്തനും പടവെട്ടി ജയിക്കുന്നവനുമായവൻ നമ്മുടെ ഇടയിൽ നിൽക്കുകയാണ്. അവൻ ദീനത്തെ മാത്രമല്ല പടവെട്ടി ജയിച്ചത്, അവൻ രോഗത്തെയും പടവെട്ടി ജയിച്ചു. അവൻ പ്രലോഭനത്തെ പടവെട്ടി ജയിച്ചു. അവൻ ഓരോ ശത്രുവിനെയും പടവെട്ടി ജയിച്ചു. അവൻ മരണത്തെ പടവെട്ടി ജയിച്ചു. അവൻ പാതാളത്തെ പടവെട്ടി ജയിച്ചു. അവൻ നരകത്തെ പടവെട്ടി ജയിച്ചു. അവൻ കല്ലറയെ പടവെട്ടി ജയിക്കുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മാത്രമല്ല 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഉച്ചകഴിഞ്ഞ ഈ സമയം അവനെ സ്വയം തിരിച്ചറിയിച്ചുകൊണ്ട് ആ ശക്തനായ പടവെട്ടി ജയിച്ചവൻ നമ്മോടൊപ്പം നിന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. അവൻ ഇപ്പോഴും ജീവനുള്ളവനായി തന്റെ വാഗ്ദത്തം സമർത്ഥിച്ചുകൊണ്ട് ഇവിടെയായിരിക്കുന്നു. അബ്രഹാമിന്റെ രാജകീയ സന്തതി. ഓ അപ്പോൾ ശത്രു, അവൻ ശത്രുവിന്റെ പടിവാതിലുകളെ പടവെട്ടി ജയിക്കും. അത്തരത്തിലുള്ള സന്തതിക്കായി അവനിവിടെ താൻ ജീവിക്കുന്നവനായി നിന്നുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? അത് കാണാൻ കഴിയുന്ന മുൻകുറിക്കപ്പെട്ട സന്തതികൾക്കായിട്ടാണ്. ആർക്കു വേണ്ടി? വചനത്തിലുള്ള വാഗ്ദത്തത്തിലെ തന്റെ പരീക്ഷയ്ക്ക് ശേഷം അവർ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് മുദ്രയിടപ്പെടുന്നു. എന്താണ്? എബ്രായർ 13:8 പോലെ തന്നെയാകട്ടെ എന്ന് തീർച്ചയായും അവർക്ക് വേണ്ടിയാണ്. അവർ അവിടെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെയാണ് അബ്രഹാം അതിനെ മുൻകൂട്ടി കണ്ടിരുന്നു. വിശ്വാസത്തോടെ വിശ്വസിച്ചു. അവൻ എന്താണ് പറഞ്ഞതെന്ന് എന്നത് പിന്നിലേക്ക് നോക്കി ഇപ്പോൾ നാം അതിനെ സ്വീകരിച്ചു. യോഹന്നാൻ 14:12 ഉയർത്തെഴുന്നേറ്റ് പടവെട്ടി ജയിച്ചവൻ അവൻ സ്വയം ഈ അവസാന നാളുകളിൽ സ്ഥിരീകരിക്കപ്പെട്ടുമിരിക്കുന്നു. ഏതെങ്കിലും സമ്പ്രദായത്താലല്ല, എന്നാൽ ഒരു വ്യക്തി ക്രിസ്തു ആ പടവെട്ടി ജയിച്ചവൻ. എന്റെ സഭയല്ല, എന്റെ ബാപ്റ്റിസ്റ്റ് സഭയല്ല, അഥവാ നിങ്ങളുടെ പ്രെസ്ബിറ്റേറിയൻ മെത്തഡിസ്റ്റ്, അതുമല്ല, പെന്തക്കോസ്തുമല്ല, അതിനാലല്ല, എന്നാൽ യേശു ക്രിസ്തുവിനാൽ അവൻ ഇന്നു ജീവിക്കുന്നു. അവൻ നമ്മുടെ നീതീകരണത്തിനായി അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു.
മാത്രമല്ല അവൻ ജീവിച്ചിരിക്കുന്നതിനാൽ നാമും ജീവിക്കും എന്നവൻ പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, എന്നാൽ ഓരോ വചനത്താലുമാണ്. വചനത്തിന്റെ ഒരു ഭാഗം കൊണ്ടല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചനത്താലും. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? ശത്രുവിന്റെ ആ പടിവാതിലെടുക്കുക. അവന് എങ്ങനെ ബോസ്വർത്തിനെ കീഴടക്കാനാകും? ദൈവം ബോസ്വർത്ത് പടവെട്ടി ജയിച്ചവല്ലായിരിക്കുന്നു. ആ കാരണത്തിലാണ് അവൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മണിക്കൂർ ഇപ്പോഴാകുന്നു. അവൻ ആ ശക്തനായ ജയശാലി അറിഞ്ഞിരുന്നു. അവന്റെ നിസ്സന്ദേഹമായ സ്ഥൈര്യം അവനിൽ വിശ്രമിച്ചിരുന്നു. ഓ എന്റെ, ഇപ്പോൾ നമുക്ക് പാടാം. ജീവിച്ചുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു. അടക്കത്തിൽ അവൻ പാപങ്ങളെ ദൂരമാക്കി, ഉയർത്തെഴുന്നേറ്റുകൊണ്ട് നീതീകരിച്ചു. അവൻ എന്നേക്കും സൗജന്യമായി. ഒരു നാൾ അവൻ വരുന്നു. ഓ മഹത്തായ നാൾ. തോൽവി അടഞ്ഞിരിക്കുകയാണ് എന്ന് കാണപ്പെടുന്നവർക്ക് എഡ്ഡി പെറോനെറ്റ് അതായിരുന്നു എന്നാണ് വിശ്വാസം. അയാൾ തന്റെ ക്രിസ്ത്യൻ പാർട്ടികൾ വിറ്റിരുന്നില്ല. അവയെ ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല. അതുമായി അവർക്ക് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. ഓ തോൽവി അടഞ്ഞവനായി മാത്രമല്ല ഒരു വിശ്വാസി. ഒരു ദിവസം പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വീണു. അവന്റെ പടിവാതിൽ ശത്രു അതവന് സാഹിത്യത്തെ സ്വീകരിച്ചിരുന്നില്ല. ആത്മാവ് അവനിൽ പ്രഹരിച്ചു. അപ്പോൾ അവൻ ഒരു പേരെടുത്തു. ദൈവം അവൻ ഉദ്ഘാടന പാട്ട് എഴുതാൻ അനുവദിച്ചു. എല്ലാവരും ആർത്ത് വിളിക്കൂ, യേശുവിൻ നാമത്തിന് ബലത്തെ. ദൂതന്മാർ വീണ് സാഷ്ടാംഗം പതിക്കട്ടെ. ഗംഭീര കിരീടം കൊണ്ടുവരട്ടെ. എല്ലാറ്റിനും കർത്താവായി അവനെ കിരീടമണിയിക്കാം. ഒരിക്കൽ അന്ധയായ ഫാനി ക്രോസ്ബേ പറഞ്ഞു, അത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? ചിലർ അവൾ തന്റെ ജന്മാവകാശത്തെ പെന്തക്കോസ്തുകളെ പോലെ വിറ്റുകളഞ്ഞിരുന്നില്ല. എൽവിസ് പ്രെസ്ലി ചെയ്തതുപോലെ, അഥവാ ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ ബൂൺ ചെയ്തതുപോലെ അപ്രകാരം റെഡ് ഫോളിയും ചെയ്തു. അവരുടെ പ്രാഗൽഭ്യങ്ങളെ ലോകത്തിൽ വിറ്റ് കളഞ്ഞു. അവർക്ക് കാഡിലാക്സിന് ഒരു വാഹനക്കൂട്ടം കിട്ടി, $10,00,000 കിട്ടി, ഗോൾഡ് റെക്കോർഡുകൾ കിട്ടി. എന്നാൽ ഫാനി ക്രോസ്ബേ അവളുടെ സ്ഥാനത്ത് യഥാർത്ഥമായി തരുന്നു. അവൾ അലറി വിളിച്ചു, ഓ മാനുരക്ഷക, എന്നെ കടന്നു പോകരുതേ. എന്റെ എളിയ കരച്ചിൽ കേൾക്കണമേ. മറ്റുള്ളവർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കടന്നു പോകരുതേ. അങ്ങാണ് എന്റെ എല്ലാ സാന്ത്വനത്തിന്റെയും നീരറിവി. എനിക്ക് ജീവനേക്കാൾ അധികമാണ്. എനിക്ക് ഭൂമിയിൽ നീയല്ലാതെ പാർശ്വത്തിൽ മറ്റാരുണ്ട്? അന്യത സ്വർഗത്തിൽ നീയല്ലാതെ ആരുള്ളൂ? അവർ പറഞ്ഞു, നീ സ്വർഗത്തിലെത്തുമ്പോൾ അന്ധയാണെങ്കിൽ എന്ത് ചെയ്യും? അവൾ പറഞ്ഞു, ഏത് വിധമെങ്കിലും ഞാൻ അവനെ അറിയും. ചോദിച്ചു, നിനക്ക് അവനെ എങ്ങനെ അറിയാനാകും? പറഞ്ഞു, ഞാൻ അവനെ അറിയും. പറഞ്ഞു, ശ്രീമതി ക്രോസ്ബേ, നിനക്ക് $10,00,000 സമ്പാദിക്കാമായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് ആ $10,00,000 ആവശ്യമില്ല. നീ അവനെ എങ്ങനെ അറിയും? അവൾ പറഞ്ഞു, ഞാൻ അവനെ അറിയും, ഞാൻ അവനെ അറിയും. അവന്റെ വശത്തെ വീണ്ടെടുപ്പുകാരുടെ കൂടെ ഞാൻ നിൽക്കും. ഞാൻ അവനെ അറിയും, ഞാൻ അവനെ അറിയും. എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ കയ്യിലെ ആണിത്തഴമ്പുകളെ തൊട്ട് ഞാൻ അറിയും. അവൾ ശത്രുവിന്റെ പടിവാതിലുകളെ പിടിച്ചടക്കി ജയിച്ചിരുന്നു. അതെ, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് ഏത് പടിവാതിലെടുക്കാൻ ആഗ്രഹിക്കുന്നത് പറയൂ, അത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിലും എന്റെ വചനം നിങ്ങളിൽ വസിക്കുമെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് ശത്രുവിന്റെ പടിവാതിലിനെയും നിങ്ങൾക്ക് എടുക്കാനാകും. നിങ്ങൾ അബ്രഹാമിൻ രാജക സന്തതിയാകുന്നു. ഏത് വിധത്തിലുള്ള പടിവാതിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്? അത് രോഗമാണെങ്കിൽ അതിനെ ജയിച്ചടക്കാൻ നിങ്ങൾ അതിലും മതിയായവനാണ്. അതിനുശേഷം നിങ്ങൾക്ക് ദൈവകൃപയുടെ പാട്ടുപാടിക്കൊണ്ട് ഇങ്ങനെ പറയാനാകും, ഈ പുസ്തകത്തിലെ ഓരോ വാഗ്ദാനവും എന്റേതാണ്. ഓരോ അധ്യായവും ഓരോ വാക്യവും അത്രയേറെ ദിവ്യമാണ്. അവന്റെ സ്നേഹ ദിവ്യത്വത്താൽ ഞാൻ ആശ്രയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ പുസ്തകത്തിലെ ഓരോ വാഗ്ദത്തവും എന്റേതാണ്. നാം ഒരു പടവെട്ടി ജയിച്ചവനേക്കാൾ അത്യധികവും അബ്രഹാമിന്റെ രാജകീയ സന്തതി ശത്രുവിന്റെ പടിവാലിനെ കൈവശമാക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് അവർ പറയുമ്പോൾ, ഇതിനെ അവർ ഒരു പിശാചെന്നും വിളിക്കുമ്പോൾ, അന്യത ബെൽസബൂബ്, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ദൈവം ഓരോ പടിവാതിലുകളെയും പിടിച്ചടക്കി ജയിക്കുകയും ശത്രുവിനെടുക്കുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അബ്രഹാമിന്റെ സന്തതിക്കിട വരട്ടെ. അവർ അത് കാണുമെന്ന് എനിക്ക് തീർച്ചയാണ്. കർത്താവെ, വാസ്തവമായി നിലത്തിൽ ചെന്നിരിക്കാതെ എങ്ങനെ ആ വചനത്തെ വീഴാനാകും? അവരിപ്പോൾ അത് മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനാ നിരയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും സൗഖ്യമാകാനിട വരട്ടെ. കർത്താവെ, ഇവിടെ ഇപ്പോഴും അവരുടെ ഏറ്റുപറച്ചിലുകൾ നടത്താതെയും ക്രിസ്തുവിന് നിൽക്കാതെയും
ജനസമൂഹത്തിന് മുന്നിൽ നിൽക്കാതെയും സമ്പ്രദായങ്ങളെയും തണുത്തതും ഔപചാരികവുമായ മരിച്ച കാര്യങ്ങളെ അവർ നിരസിക്കാൻ തയ്യാറായി. ആരെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അവ നിങ്ങളെ അവയിൽ നിന്നും ദൂരമാക്കുന്നു. അവർ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഞാൻ അവനെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടി വരട്ടെ. അപ്പോൾ നീ അവർക്കായി ആ ദിവസം അവിടെ നിൽക്കും. നാം നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അവനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവന്റെ ദിവ്യ സാന്നിധ്യത്തിൽ ആ ദിവസം അവൻ എനിക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുന്നു. ഏതെങ്കിലും ഒരു സഭയിൽ ചേരാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ഇവിടെ ആയിരിക്കുകയും അവരെ അറിയാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ക്രിസ്തുവിലേക്കാണ് വരാൻ പറയുന്നത്. മകനെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റൊരാൾ കൂടെ ഞാനിപ്പോൾ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മകളെ, എന്റെ സഹോദരി, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ നേരം ഞാൻ നിലപാടെടുക്കുന്നു. ഈ നല്ലവരായ ജനങ്ങൾ, പുരുഷന്മാർ, സ്ത്രീകളും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ നേരം ഞാൻ എന്റെ നിലപാട് എടുക്കുകയാണ്. ആ ദിവസം ഡോക്ടർ ഇങ്ങനെ പറയും, അതെ, ആ തകർച്ച അവൻ രക്തം തൂവുകയാണ്. മരണം അവന്റെ മേലാണ്, അന്യഥ അവളുടെ മേലാണ്. അല്ലെങ്കിൽ ഒരു പ്രഭാതത്തിൽ നിങ്ങളുടെ നിലപാടിനെ നിങ്ങൾ ഓർക്കും. ഇപ്പോൾ നിങ്ങൾ അവനായി നിൽക്കുകയാണ്. നിങ്ങൾ മനുഷ്യരുടെ മുന്നിൽ എന്നെ നിമിത്തം ലജ്ജിച്ചാൽ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മുമ്പിൽ ഞാൻ നിങ്ങളെക്കുറിച്ചും ലജ്ജിക്കും. എന്നാൽ നിങ്ങൾ എന്നെ മനുഷ്യരുടെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ ഞാൻ എന്റെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മുന്നിൽ നിങ്ങളെയും ഏറ്റുപറയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരി, അവിടെ ബാൽക്കണിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവരിൽ കൂടുതലും ഈ പ്രധാന ഫ്ലോറിൽ നിന്നാണോ? ശരി, ഞാൻ നിങ്ങളുടെ വാക്കിനെടുക്കുകയാണ്. സുഹൃത്തെ, വചനം ആ കിണറ്റിൻകരയിലെ സ്ത്രീയിൽ എന്ന പോലെ നല്ല നിലത്താണ് പതിച്ചെങ്കിൽ അവൾക്ക് മനസ്സിലായി, അടിസ്ഥാനം മുതൽ ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് തന്നെ അവൾ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്തിരുന്നു. അവളിൽ ആ പ്രകാശത്ത് പതിച്ചപ്പോൾ അവൾ അത് അംഗീകരിച്ചു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. അതൊരു ധീരതയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മഹത്തായ കാര്യങ്ങൾ ചെയ്തിരിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വന്നേക്കാം. ക്രിസ്തുവിനായി നിലപാടെടുക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിത്ത് ചില നിലത്തിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ നേരം പാകിയിരിക്കുന്നു. ജീവൻ പൊട്ടിമുളയ്ക്കുന്നു ഞങ്ങൾ കാണുന്നു. പുരുഷന്മാർ, സ്ത്രീകളും അവരുടെ കാലുകൾ എഴുന്നേൽക്കുന്നതുകൊണ്ട് സകലതും കാണുന്ന ദൈവത്തിന്റെ കണ്ണ്, സർവ്വവ്യാപി, സമീപസ്ഥൻ, എല്ലാം അറിയുന്നവൻ അവരെ കാണുന്നു. പിതാവേ, അവർ നിന്റേതാണ്. ഇപ്പോൾ ഞാൻ അവരെ ട്രോഫികളായി ഞാൻ നിനക്ക് സമ്മാനിക്കുന്നു. ഇപ്പോൾ അവിടെ അവർ നിന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഭവം, അവർ കർത്താവിനെ നിരസിക്കപ്പെട്ട ചെറിയ കൂട്ടരോടൊത്ത് നിൽക്കാനുള്ള നിലപാട് അവരെന്തു ചെയ്തിരിക്കുന്നു എന്നും ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്നും അറിയാനിട വരട്ടെ. അവർ നിന്റെ സന്നിധിയിൽ ആ ദിവസം വരെയും എന്നേക്കും മാറ്റമില്ലാതെ യഥാർത്ഥമായി നിൽക്കാൻ അന്ന് ആ രമണീയമായ ശബ്ദം പറയും, അതേ, ഒരു നാൾ ബാറ്റൺ റൗഗിൽ, അന്യഥ ഒരു ചെറിയ സ്ഥലപ്പേരായ ഡെൻഹാം സ്പ്രിങ്സിൽ അവൻ എനിക്കായി നിന്നു. പിതാവേ, ഇപ്പോൾ ഞാൻ അവനായോ അഥവാ അവൾക്കായോ നിൽക്കുന്നു. ഇത് അനുവദിക്കണം കർത്താവേ. അവർ നിന്റേതാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ നിലപാടിനായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നേക്കും. ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ? ഈ പാസ്റ്റർമാരിൽ നിങ്ങൾ ആയിരിക്കുന്നതിന്റെ ചുറ്റുപാടുമുള്ളവരാണെങ്കിൽ അവരിൽ ചിലരെ കാണൂ, കണ്ടുപിടിക്കൂ, അവരുമായി സംസാരിക്കൂ. നിങ്ങൾ ഇപ്പോഴും ക്രിസ്ത്യൻ രീതിയിലുള്ള സ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ. ഇപ്പോൾ വിശ്വാസികളുമായി, യഥാർത്ഥ വിശ്വാസികളുമായി, നാട്യവിശ്വാസികളുമായിട്ടല്ല, യഥാർത്ഥ വിശ്വാസികളുമായിട്ട് ഇടകലരൂ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ തൂവാലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഈ തൂവാലകൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഒരു വയസ്സേത പിതാവ് എവിടെയോ ഒരു ചെറിയ ചതുപ്പിൽ ഈ തൂവാല കൊണ്ടുവരുന്നതും കാത്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഒരു ചെറിയ കുഞ്ഞ് ആശുപത്രി കിടക്കുമേൽ കിടക്കുന്നുണ്ടാകാം. ഒരു അമ്മ ഭ്രാന്തചിത്തയായി ഈ തൂവാല തിരികെ കൊണ്ടുവരുന്നതിനെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാകാം. സ്വർഗീയ പിതാവേ, നീ അവരോടൊപ്പം പോകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഇന്നത്തെ സമ്മാനത്തിൽ അടയാളമെന്നോണം ഞങ്ങൾ പ്രസംഗിച്ച നിന്റെ വചനത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം, അബ്രഹാമിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിനോട് ഉളവാക്കപ്പെട്ട് ഞങ്ങൾക്ക് നൽകപ്പെട്ട വിശ്വാസവും ഈ തൂവാലകൾക്കൊപ്പം പോവുകയും ആരുടെ മേലാണോ ഇതിടുന്നത് അവർ സൗഖ്യമാക്കാനിട വരട്ടെ. ഞങ്ങൾ അവയെ യേശു ക്രിസ്തു നാമത്തിൽ അയക്കുന്നു. ആമേൻ. ഇപ്പോൾ നാം പ്രാർത്ഥന നിലവിളിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം സർവ്വവല്ലഭനും സർവശക്തനുമായ ദൈവം, ആ മഹാനായ ഒരുവൻ, ആ എല്ലാ കഴിവുകളും ഒരുവൻ, ദയവായ സുഹൃത്തുക്കളെ, ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഞാൻ മിക്കവാറും ഞങ്ങൾ താഴേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് നയിക്കാം. നിങ്ങളിൽ ചിലർ സമയത്തിന് മുമ്പേ പോയെന്നും വരാം. നിങ്ങൾ എന്തായാലും ശരി, അല്പം നേരം കൂടെ നിങ്ങൾ
നിൽക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയില്ലെന്നിരിക്കലും നിങ്ങളൊരു സഭയിൽ അംഗമായിരിക്കുന്നെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെ. എന്നാൽ അത് മാത്രം മതിയാകുകയില്ല. നോക്കൂ, ആ ചെറുപ്പക്കാരൻ ധനികനായിരുന്ന ഭരണകർത്താവ് ഒരു സഭയിൽ അംഗമായിരുന്നു. കാണുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവൻ യേശുവിനോട് ചോദിച്ചു. അവനത് അംഗീകരിച്ചില്ല. അവനെ നിരസിച്ചു കളഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ മനുഷ്യൻ ചെയ്തത്ര ബുദ്ധിഹീനമായ കാര്യമായിരുന്നു. അവന് സ്ഥാനത്ത് എടുക്കരുത്. അവൻ അവസാനം എവിടെ വെച്ച് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ. അതിനും അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ അഭിവൃദ്ധിപ്പെട്ടു. അവൻ ധനവാനായി തീർന്നു. അവന്റെ കളപ്പുരകൾ പൊളിച്ചു പണേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം അവന്റെ അവസാനം നരകത്തിൽ തീച്ചുള യാതന അനുഭവിക്കുന്നത് നാം തിരിച്ചറിയുന്നു. ചെയ്യരുത്. അത് നിങ്ങൾക്ക് സംഭവിക്കാൻ അനുവദിക്കരുത്. ക്രിസ്തുവിനെ സ്വീകരിക്കുക. ചെറുപ്പക്കാരായ നിങ്ങൾ, ചെറുപ്പക്കാരികളായ നിങ്ങൾ, ചെറുപ്പക്കാരായ ആൺകുട്ടികൾ, ജീവിതത്തിന്റെ അളവിൽ ദയവ് ചെയ്ത് ചെയ്യൂ. ഒരു സഹോദരനായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായി എന്നെ കേൾക്കൂ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. മാത്രമല്ല, എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനായില്ലെങ്കിൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നോട് അതിനേക്കാൾ ഏറെയായി ഒരു വിധി തരാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ടെങ്കിലോ അവിടെയുള്ള എന്റെ മകനോടോ അന്യഥ എന്റെ കുഞ്ഞുങ്ങളോട് പറയൂ. ഞാൻ അതിനെ അങ്ങനെ ഞാൻ അതിനെ കൂടാതെ പോകും. ഏതൊരു പിതാവും അത് തന്നെ ചെയ്യും. അങ്ങനെ തന്നെ ദൈവവും കണ്ടോ, തന്റെ ജനങ്ങളെ സ്നേഹിക്കുന്നു. ഒരാൾ മറ്റേയാളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ചോദിക്കാം, താങ്കൾ അവരെ ശകാരിക്കുന്നതിനാണ്? കലർപ്പില്ലാത്ത സ്നേഹം തെറ്റിരുത്തുന്നു. നിങ്ങളുടെ കുഞ്ഞ് അവിടെ തെരുവിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, അതെ, ജൂനിയർ അവിടെ ഇരിക്കുന്നു, അവൻ അത് ചെയ്തുകൂടാത്തതാണ്. എന്നാൽ ഞാൻ അവന്റെ ചെറിയ സംവേദനക്ഷമതയെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ല. അവൻ അവിടെ മരിച്ചു പോകും. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ അകത്ത് കൊണ്ടുവന്ന് അവനെ ശിക്ഷിക്കും. നിങ്ങൾ അവനെ അനുസരിക്കാൻ പഠിപ്പിക്കും. ആ രീതിയിലാണ് ദൈവവും ചെയ്യുന്നത്. സ്നേഹം തെറ്റിത്തിരുത്തുന്നു. അത് യഥാർത്ഥ സ്നേഹം. ഒരു ധർമ്മോപദേശി സ്ത്രീകളായ നിങ്ങളുടെ മുടി ബോബ് ചെയ്യാനും ചായവും മറ്റു സാമഗ്രികളും പുരട്ടുന്നതിൽ നിങ്ങളെ തിരുത്താതെയും ഇരുന്ന് അതിനെ പുറത്തേക്ക് വിളിക്കുന്നില്ല എങ്കിൽ അവിടെ യഥാർത്ഥ സ്നേഹമില്ല. പുരുഷന്മാർ 3 or 4 തവണ വിവാഹം കഴിക്കുകയും മറ്റെല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നു. അവിടെ ഒരു വാസ്തവമായ സ്നേഹമില്ല. നിങ്ങളെ ഒരു സഭയിൽ ചേരാൻ അനുവദിച്ച് നിങ്ങളുടെ മുതുക തലോടിക്കൊണ്ട് നിങ്ങളെ ശ്വാസം കിട്ടാതെ കൊന്നുകളയാനായി ചില വിശ്വാസ പ്രമാണമായി ചേർക്കുന്നു. അതിനുശേഷം അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഒരു വിശുദ്ധ സഭയിൽ അംഗമാകുക. അവിടെ യാതൊരു സ്നേഹവുമില്ല. അതല്ലെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടവനായി സ്വയം അവന് കാണാൻ കഴിയാത്തവനുമായിരിക്കുകയാണ്. യഥാർത്ഥ സ്നേഹം തെറ്റിതിരുത്തുകയും നിങ്ങളെ ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. എങ്ങനെ? യേശുവിലേക്ക് നോക്കുക. അവൻ എന്ത് പറഞ്ഞു? എന്തുകൊണ്ടെന്നാൽ അവൻ അവരെ സ്നേഹിച്ചിരുന്നു. അതത്രയുമായിട്ട് അവർ അവന്റെ രക്തത്തിനായി അപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയും അവൻ അവരുടെ സ്ഥാനത്ത് മരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ മഹാൻ പരിശുദ്ധാത്മാവ് ഒരു നിമിഷം കാത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ കടന്നു വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ സഹകരണത്തിന് നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഇപ്പോൾ ഇവിടെയായിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, കെട്ടിടത്തിൽ എവിടെയായാലും ഒരു നിമിഷം പ്രാർത്ഥിച്ചു പറയൂ, കർത്താവായ യേശുവേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, നിന്റെ വസ്ത്രത്തിൽ തൊടാൻ എന്നെ അനുവദിക്കണമേ. യേശു പറഞ്ഞത് ആ സ്ത്രീ അവന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവന് അത് ശാരീരികമായി അനുഭവപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അവൻ ചുറ്റും തിരിഞ്ഞ് അവൾ ആരാണെന്നും അവൾ എന്തു ചെയ്തെന്നും പറഞ്ഞു. അവൻ നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനുമാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ നേരത്തും അവൻ അതേ യേശു തന്നെയാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവോ? ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, അതായത് അത് വാസ്തവമാണ്, അത് ദൈവമാണ് ആ വാഗ്ദത്തം ചെയ്തത്. ഒരിക്കൽ കൂടി അവനത് കാണട്ടെ. അതിനാലാണോ നാം സോദോമിന്റെ നാൾക്കളെന്ന പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വിശ്വസിക്കുന്നവരായിട്ട് ഈ കെട്ടിടത്തിൽ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈ ഉയർത്തിയാലും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോദോമിന്റെ നാൾക്കൾ ആയിരുന്നത് പോലെയാണ്. മുഴുവൻ വ്യവസ്ഥകളും, ലോക വ്യവസ്ഥകളും, സഭയുടെ വ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥയും സകലതും മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. യാതൊന്നുമില്ല. രാഷ്ട്രീയം അത്രയേറെ ദുഷിച്ചിരിക്കുന്നു. എല്ലായിടത്തുമുള്ള വ്യവസ്ഥകളും നമ്മുടെ സ്വച്ഛാധിപതികളും അതെല്ലാം ചീഞ്ഞു പോയിരിക്കുന്നു. സഭയും അതേ വിധത്തിലായി തീർന്നിരിക്കുന്നു. കുടുംബങ്ങൾ അതേ വിധത്തിലായി തീർന്നിരിക്കുന്നു. അത് അവിടെ അഴിമതി മാത്രം. സോദോം. അത് കഴിഞ്ഞ് ഓർക്കൂ, അത് നിങ്ങളെക്കാൾ മുമ്പേ ദൈവത്തിന് കിട്ടിയിരിക്കുകയാണ്. പിന്നെ അവൻ പറഞ്ഞു ഓർക്കുക, സ്വയം അവനെ ഒരു മനുഷ്യ ശരീരത്തിൽ വെളിപ്പെടുത്തി കാട്ടുകയും അവൻ സോദോം മുന്നിൽ കാണിച്ചതുപോലെ ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട സന്തതി കാഴ്ചയിൽ വരുന്നതിന് മുമ്പ് അവൻ ചെയ്യുകയും ചെയ്യും. ആ വാഗ്ദത്ത സന്തതിക്ക് മുമ്പായി നടക്കേണ്ടതിന് അവൻ ആദ്യ തവണ ചെയ്തതുപോലെ അത് പരിചയപ്പെടുത്താനായി അയക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ.
എനിക്ക് നിങ്ങളെ അറിയില്ല. അതേ കുമാരി തോംസൺ, ആ സ്ത്രീ സഹജമായ കുഴപ്പങ്ങളെ ദൈവത്തിന് സൗഖ്യമാക്കാനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾക്കത് വിശ്വസിക്കാനാകുമോ? നിങ്ങൾ ചെയ്യുമോ കുമാരി തോമസ്? അവൻ നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കൂ. ഒരു സ്ത്രീ നിങ്ങളുടെ നേരെ പിന്നിലായിരിക്കുകയാണ്. അവൾ പ്രാർത്ഥിക്കുകയാണ്. അവൾക്ക് സന്ധിവാദമാണ്. അവളുടെ തൊട്ടടുത്തിരിക്കുന്നവൾക്ക് ഒരു ഉദരത്തിന് പ്രശ്നമുണ്ട്. അവളും പ്രാർത്ഥിക്കുന്നു. നിങ്ങളത് വിട്ടുകളയാൻ പോവുകയാണ്. നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ ഇവിടെ നിന്നല്ല, നിങ്ങൾ മിസിസിപ്പിയിൽ നിന്നുമാണ്. നിങ്ങൾ ശ്രീമാൻ പിന്നെ ശ്രീമതി സ്റ്റിഞ്ചറാണ്. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ വിശ്വസിച്ചാൽ യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾക്കത് വിശ്വസിക്കാനാകുമെങ്കിൽ നിങ്ങൾ ചെയ്യുമോ? എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. എല്ലാം ശരി. ജനങ്ങൾ നിങ്ങളെ കാണട്ടെ. നിങ്ങളുടെ കൈകളെ ഉയർത്തു. You've got to believe for him. He's identifying himself. You believe that? With all your heart? ഞാൻ ആ ജനങ്ങളെ അറിഞ്ഞിരുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവരെ കണ്ടിട്ടുമില്ലായിരുന്നു. സുഹൃത്തെ, നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടതുണ്ട്. അവൻ സ്വയം തിരിച്ചറിയിക്കുകയാണ്. നിങ്ങളത് നിങ്ങളുടെ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നു. എന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് താങ്കളുടെ തലകുലിക്കുന്നതാണ് സാർ. അതെ സാർ. എന്തുകൊണ്ടെന്നാൽ താങ്കൾ അത് ചെയ്തു. ഞാൻ നിങ്ങളോട് 1 മിനിറ്റ് തന്നെ സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരുവിധം പ്രായഞ്ഞ മാന്യ വ്യക്തി ഇവിടെ തന്നെ ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ എന്നെ അത്രയേറെ നിഷ്കളങ്കതയോടെയാണ് നോക്കിയത്. അയാൾ അത് വിശ്വസിച്ചു. You're praying for somebody who had a stroke, but your main thing you're praying for, you're seeking the baptism of the Holy Ghost. That's right. That is right. താങ്കൾ പ്രാർത്ഥിക്കുന്നത് ഹൃദയാഘാതമുണ്ടായ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണ്. എന്നാൽ താങ്കൾ പ്രാർത്ഥിക്കുന്ന പ്രധാന ആവശ്യം താങ്കൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അന്വേഷിക്കുന്നു. അത് ശരിയാണ്. അത് ശരിയാണ്. നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ ആ മഹിള ഉദ്യോഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ ഞാൻ ദൈവത്തിന്റെ പ്രവാചകൻ അഥവാ ദാസനാണെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് 2 ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. ആ തളർച്ച പോലെ തോന്നുന്നത് നിങ്ങളെ വിട്ടുപോയി. എല്ലാവിധത്തിലെ ആത്മീയ പ്രശ്നങ്ങളും അവസ്ഥകളും അതെല്ലാം സ്വസ്ഥമായെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന അവൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നോക്കൂ, അവൻ നിങ്ങളെ കേട്ടു. മാത്രമല്ല, നിങ്ങൾ അവനെ തൊടുകയും ചെയ്തു. നിങ്ങൾക്കതറിയില്ല, എന്നാൽ അവനത് ചെയ്തു. നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ മുഴു ഹൃദയത്തോട് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു പിത്താശയത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുകയും നിങ്ങളെ ഗുണമാക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. താങ്കൾ ശ്രീമതി സ്മിത്ത്, അത് ശരിയാണ്. നിങ്ങളുടെ കൈ ഉയർത്തു. നോക്കൂ, അവൻ സ്വയം അവനെ വെളിപ്പെടുത്തുകയാണ്. അതെന്താണ്? അത് അബ്രഹാമൻ സന്തതിയാണ്. അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ ആയിക്കൊണ്ട് അടയാളങ്ങളാൽ പിന്തുടർന്നുകൊണ്ട് അവന്റെ വചനത്തെ തീർച്ചപ്പെടുത്തുന്നു. പ്രാർത്ഥനാക്കാവിൽ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തു. നിങ്ങൾക്ക് കാല് കെട്ടിയിട്ടുണ്ടോ? ഓ, നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ ആ ആത്മാവ് മാത്രമല്ല, അത് സൗഖ്യപ്പെടുത്തുന്നില്ല. അവൻ ഇവിടെ ഉണ്ടെന്ന് മാത്രം തിരിച്ചറിയിക്കുകയാണ്. നിങ്ങളുടെ പാസ്റ്റർമാർക്കും രോഗികൾക്കായി പ്രാർത്ഥിക്കാനുള്ള അതേ അധികാരമുണ്ട്. അവർ അത് ചെയ്യുന്നില്ല. ഇല്ല, തീർച്ചയായുമില്ല. എന്നാൽ അവർക്കും അതേ അധികാരമുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇപ്പോൾ എന്റെ പാസ്റ്റർ സുഹൃത്തുക്കൾ ഇവിടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കുഴപ്പമില്ല. ശ്രോതാക്കളുടെ ഇടയിൽ നിന്ന് വിളിക്കൂ. പൂർണ്ണ ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്ന എത്ര പാസ്റ്റർമാർ, വിശ്വസിക്കുന്ന ദൈവവേലക്കാർ ഇവിടെയുണ്ട്? ഓ, വളരെ നന്ദി. നിങ്ങൾ എഴുന്നേൽക്കുമോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇവിടേക്ക് വരൂ. ഒരു നിമിഷം എന്നോടൊപ്പം നിൽക്കൂ. നേരെ ഇവിടെ രോഗികൾക്കായി പ്രാർത്ഥിക്കൂ. നേരെ ഇവിടേക്ക് വരൂ. എന്ത് സംഭവിക്കും നോക്കൂ. ആ സൗഖ്യമുണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. Won't you come form a double line right here? I'm coming down there just in a moment to pray for the sick. I want the believing pastors who wants to identify themselves as believers, that you believe that you're coming here. You're living a holy, clean life. Remember, look at here what's coming out, representing the gospel of Christ. നിങ്ങൾ ഇവിടെ വന്ന് ഒരു ഇരട്ട നിര ഇവിടെ ഉണ്ടാക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ അവിടെ താഴേക്ക് വരാൻ പോവുകയാണ്. ഒരു നിമിഷം. വിശ്വാസികളാണെന്ന് തങ്ങളെ സ്വയം തെളിയിക്കുന്ന പാസ്റ്റർമാരെ, വിശ്വസിക്കുന്ന പാസ്റ്റർമാരെ എനിക്ക് ആവശ്യമുണ്ട്. അത് ഒരു വിശുദ്ധ ജീവനും വെടിപ്പമുള്ള ജീവിതം നിങ്ങൾക്കുണ്ടെന്ന് ഇവിടെ വരുന്നതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഓർക്കൂ, നോക്കൂ, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നത് കാണിക്കാനായാണ് നിങ്ങൾ ഇവിടെ കടന്നു വരുന്നത്. സഹോദരൻ ബ്ലെയർ, താങ്കൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം.
താങ്കളോ അതല്ല സഹോദരൻ പാറ്റോ ആ ഇരട്ട നിര താങ്കൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ ഉണ്ടാക്കുമോ? താങ്കളോ അതല്ല സഹോദരൻ പാറ്റോ അത് ചെയ്യുമോ? വിശ്വസിക്കുന്ന പാസ്റ്റർമാർ, അത് വിശ്വസിക്കാൻ പോകുന്നവർ. ഇപ്പോൾ നോക്കൂ, ദൈവത്തിന് തന്റെ വചനത്തിൽ അപ്രകാരം സ്വയം വെളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ, തന്റെ വചനത്താൽ ബൈബിളിൽ യേശു ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് എത്ര പേർക്ക് അറിയാം? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പാസ്റ്റർമാരെ, നിങ്ങളെ സ്വയം വിശ്വാസികളാണെന്ന് വെളിപ്പെടുത്താനാണ് ഇവിടെ വന്നത്. അങ്ങനെയാണോ? നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങളല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കില്ലായിരുന്നു. ഇപ്പോൾ എന്താണ് യേശു പറഞ്ഞത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഞാൻ നിങ്ങളോടൊപ്പം ഒരു വിശ്വാസിയാണ്. ഞാൻ താഴേക്ക് വരികയാണ്. അവർ നമ്മുടെ ജനങ്ങളാണ്. നമ്മൾ ഈ ജനങ്ങളുടെ ഇടയന്മാരാണ്. ഞാൻ എന്റെ വലയെ നിങ്ങളിലേക്ക് വലിച്ചു നീട്ടി എന്റെ കൈയെ നിങ്ങളുടേതുമായി വെക്കാൻ താഴേക്ക് വരികയാണ്. പിന്നെ ഈ ജനങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയാസ്പദമായ ചെയ്തുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ പുറത്തറിയുക. എന്തുകൊണ്ടെന്നാൽ ഈ ജനങ്ങൾ കടന്നു വരുന്നത്, അത് കഴിഞ്ഞ് അവരെല്ലാവരും കടന്നു വരുന്നത് നാം അവരുടെ മേൽ കൈവയ്ക്കുന്ന നേരം അവർ സൗഖ്യമാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നു. മറ്റൊരാൾ ഇതുവഴി കടന്നു വരുന്നേരം എത്ര പേർ അവർക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈ ഉയർത്തിയാലും ഓർക്കൂ, ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ മകളോ അഥവാ മകനോ സഹോദരനോ അതല്ലെങ്കിൽ സഹോദരിയോ ആകാം. അത് നിങ്ങളുടേതല്ലെങ്കിൽ ഈ നിരയിൽ വരാനിരിക്കുന്നത് മറ്റാരുടെതെങ്കിലും ആകാം. അത് അവരിലായിട്ട് ക്യാൻസറിനാലോ അതല്ല മറ്റൊരു ഭീമത്സമായ രോഗത്താലോ അവർ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് ആഴത്തിലെ ആത്മാർത്ഥം ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കല്ലേ? തീർച്ചയായും നമുക്കുണ്ടാകും. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ ഇവിടെ ഇവർ ഈ നിരയിൽ വരട്ടെ. ഈ വശത്തുള്ളവർ പ്രാർത്ഥനാ കാർഡുമായി ആ വശത്ത് ചേർന്ന് നിൽക്കുന്നവർ, ആ വലതുവശത്ത് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും ഈ വശത്തേക്ക് ചേർന്ന് നിൽക്കട്ടെ. ഇപ്പോൾ വഴിയിൽ ഇടതുവശത്ത് ഭാഗത്തുള്ളവർ നാം എല്ലാവരും ഞെരുങ്ങിപ്പോകുന്നു. കാണുന്നു, ഞങ്ങൾ ചെയ്യുന്നു എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ശരി, ഈ ഭാഗത്തുള്ള എല്ലാവരും ഇവിടെ വന്ന് നിൽക്കൂ. ഇപ്പോൾ വലത് കൈയുടെ വശത്തുള്ള എല്ലാവരും ഈ വഴിയെ വന്നാട്ടെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചുറ്റിനും തിരിഞ്ഞിട്ട് താഴേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പോകും? അവരെങ്ങനെ പുറത്തേക്ക് പോകുന്നത്? സഹോദരൻ ബോർഡേഴ്സ്, നേരെ വശത്തുള്ള കഥകളിലൂടെ പുറത്തേക്ക് പോയിട്ട് വീണ്ടും കെട്ടിടത്തെ വലയം വെച്ചുകൊണ്ട് തിരികെ അകത്തേക്ക് വരിക. അതുകൊണ്ട് ഈ വശത്തുള്ളവരെ വിളിച്ചു കഴിയുമ്പോൾ അല്പനിമിഷങ്ങൾക്കുള്ളിൽ അവർ എഴുന്നേറ്റ് നിൽക്കും. എന്താ, നമുക്കിപ്പോൾ നോക്കാം. ശരി, ഈ സെക്ഷനിലുള്ളവർ ഇവിടെ മുകൾ വശത്തേക്ക് തിരിയൂ. ഈ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ കാർഡുകളെ കയ്യിൽ വെച്ചുകൊള്ളണം. ബാൽക്കണിയിലുള്ള നിങ്ങൾ നേരെ താഴേക്ക് വന്ന് അവിടെ മുകളിലുള്ള നിരയുടെ പുറകിലായിട്ട് വരണം. ഇപ്പോൾ ഈ ഇടതുവശത്തെ സെക്ഷനുള്ളവർ ഇടത്ത് മുകൾ വശത്തേക്ക് പോകണം. പിന്നെ അതിനുശേഷം നിങ്ങൾ നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ നിരയിൽ നിന്നും ആ വഴിയിലൂടെ പുറകിലേക്ക് തിരിഞ്ഞ് ആ വഴിയിലൂടെ പുറത്തു പോകണം. കണ്ടോ? പിന്നെ നിങ്ങൾ നിങ്ങളുടെ നിരയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആ കൂട്ടിക്കുഴച്ചൽ ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് ബാൽക്കണിയുടെ മുകളിലോട്ടുള്ള നിങ്ങൾ ഇടനാഴി അടുത്തായി നിങ്ങളുടെ സ്ഥാനത്തെ മാറ്റൂ. അവർ കടന്നു വരുമ്പോൾ അതിനെ അവിടെ നിന്നും മാറ്റിക്കളയണം. Now just start walking on back, each one. Walk right on back till you meet this line right around here. Just come right around up in here. Just start walking right around and come to this line right here. ഇപ്പോൾ ഓരോരുത്തരും പുറകിലേക്ക് നടക്കാൻ തുടങ്ങൂ. നിങ്ങൾക്ക് ഈ നിര ഇവിടെ കിട്ടുന്നതുവരെ നിങ്ങൾ പിന്നിലേക്ക് നടന്നുകൊണ്ടേയിരിക്കണം. ചുറ്റുമായി തിരിഞ്ഞ് ഇവിടെ മുകളിലേക്ക് വരണം. നേരെ ചുറ്റിത്തിരിഞ്ഞ് ഇവിടെയുള്ള ഈ നിര കിട്ടുന്നതുവരെ വരണം. Oh, what could happen right now? What could happen? This is going to be a time where something must take place. ഇപ്പോൾ എന്ത് സംഭവിക്കാൻ പോവുകയാണ്? എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇവിടെന്തോ തികച്ചും സംഭവിച്ചേ മതിയാകൂ എന്നൊരു സമയത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇപ്പോൾ അത് ശരിയാണ്. ആ വഴിയായി നേരെ പുറകിലേക്ക് പോയി അങ്ങനെ ആ നിരയിൽ കടക്കൂ. ഈ ഇടനാഴിയിലൂടെ നേരെ പോകൂ. അതിപ്പോൾ വഴിയാണ്. ഇപ്പോൾ നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും തങ്ങളുടെ കാലുകളിലായിരിക്കാം. നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കാൻ പോവുകയാണ്. മാത്രമല്ല, ഈ പള്ളിയിലിരിക്കുന്നവരും എന്നോടൊപ്പം നിങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വിശ്വാസം മാത്രം ഉണ്ടായിരിക്കുക, പിന്നെ ചെയ്യരുത്. ചുറ്റിത്തിരിഞ്ഞ് നേരെ വരൂ. പുറകിൽ, ഏറ്റവും പുറകിൽ ചുറ്റി വരൂ. വന്ന് ഇവിടെയുള്ള നിരയുടെ പുറകിലായി കൂടിക്കൊള്ളൂ. ചുറ്റിത്തിരിഞ്ഞു വരൂ. ആ വലിയ നിരയുണ്ടാക്കൂ. ആ വഴിയായി ചുറ്റി വരൂ. ഒരു നിരയുണ്ടാക്കൂ. അതാണത്. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കണം. ഇപ്പോൾ യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇപ്പോൾ തിരക്ക് ശ്രദ്ധിക്കരുത്. ഓർക്കൂ, നാം യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ മുഴുവനായി മറക്കപ്പെട്ടിരിക്കുകയാണ്. അവന്റെ വചനത്തിൽ വിശ്വാസമുണ്ടായി അവൻ നമ്മുടെ ഇടയിൽ എന്തു ചെയ്തിരിക്കുന്നു എന്നതിനെ ബഹുമാനിക്കേണ്ടത് നമ്മിൽ ആശ്രയിച്ചിരിക്കുന്നു. While they're all standing, I want every person now in the building to bow your head. അത് വളരെ നല്ലത്. ഇപ്പോൾ അത് വളരെ നല്ലതായിരിക്കും. ആ നിര വളരെ നന്നായി മികച്ചതെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ
അവർ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഓരോ വ്യക്തിയും നിങ്ങളുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് കെട്ടിടത്തിനകത്തുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുവേ, അത് വളരെ വേഗം സംഭവിക്കണം. ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കപ്പെടേണ്ടതുണ്ട്. നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നില്ലേ? കർത്താവെ, ഞങ്ങൾ എന്താണോ ചോദിക്കാൻ പോകുന്നത് അത് വിശ്വസിക്കാൻ ആവശ്യമായ വിശ്വാസം ഞങ്ങൾക്കില്ലേ? ഈ ജനങ്ങൾ നിലയിൽ നിന്നുകൊണ്ട് അവരെ തിരിച്ചറിയിക്കുകയാണ്. കർത്താവെ, അത് വ്യർത്ഥമായി പോകരുതേ. കർത്താവെ, അവർ ഇതുവഴി കടന്നു വരുമ്പോൾ അവർ ഓരോരുത്തരും ക്രിസ്തുവിന് കീഴിലൂടെ കടന്നുപോയതുപോലെ ആകട്ടെ. എന്നാൽ അവൻ ഇവിടെ തന്നെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അത് സംഭവിക്കാനിട വരട്ടെ. അവർ അവരുടെ സൗഖ്യം സ്വീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ത്രീ സഹജമായ പ്രശ്നങ്ങളുള്ളവരും വയറിലെ തകരാറുള്ള സ്ത്രീകൾ, മൂത്രസഞ്ചിക്ക് മുമ്പിലെ ഗ്രന്ഥിക്ക് തകരാ പുരുഷന്മാർ, എല്ലാ വിധത്തിലുള്ള കുഴപ്പങ്ങളും നേരെയായി തീർന്നു. ഈ ആഴ്ചയിലും വരുന്ന ആഴ്ചകളിലും അവർ തങ്ങളുടെ പാസ്റ്റർമാരുടെ അടുക്കൽ ചെന്ന് പറയും, ആ കാര്യം എന്നെ അങ്ങനെ വിട്ടുപോയി. നിങ്ങൾക്കറിയാമോ, എനിക്ക് തീർച്ചയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ നിന്റെ സാന്നിധ്യത്തിലാകുന്നു. ഇപ്പോൾ അവർ കടന്നു വരുമ്പോൾ പിന്നെ എന്തിനു വേണ്ടി നീ മരിച്ചോ അതിനെ കൊണ്ടുവരണമേ. അവർ അബ്രഹാമിന്റെ സന്തതികളും നീ അവർക്കായി പടവെട്ടി ജയിച്ചു മരിക്കുന്നു. അവർക്ക് എന്താണോ നീ കൊടുത്തിരിക്കുന്നത് അത് അവർ കടന്നു വന്ന് സ്വീകരിക്കാനിട വരട്ടെ. സാത്താനെ, ഈ ആഴ്ചകളിലുടനീളം നീ തോൽവി അടഞ്ഞ വ്യക്തിയാണ് എന്നുള്ളത് വരെ വെളിച്ചത്ത് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു കാൽവരിയിൽ വെച്ച് നിന്നെ തോൽപ്പിച്ചു. അവൻ മൂന്നാം നാൾ ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽക്കുകയും അവൻ ഞങ്ങളുടെ ഇപ്പോൾ നിൽക്കുകയും ചെയ്യുന്നു. നിന്നിൽ നിന്നും അഥവാ നീ ചെയ്തിട്ടുള്ള എന്തിലെങ്കിലും നിന്ന് ഞങ്ങളുടെ വിശ്വാസം അവനിലേക്ക് നോക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ ഈ ജനങ്ങളെ വിട്ടുപോക. ഞങ്ങൾക്ക് ഗുരു കൽപ്പിച്ചിരുന്നത് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുള്ളൂ. ഈ നിലകളിലൂടെ കടന്നുപോയവരായ നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഉയർത്തിയാലും ഞാൻ എന്റേതിനെയും നിങ്ങളുടേതുമായി കൂട്ടിച്ചേർക്കുന്നു. അവസാനം ഞങ്ങളവിടെ ഒരു കൂട്ടം ധർമ്മോപദേശകർ ചേർന്ന് എന്തു ചെയ്യുകയായിരുന്നു? അവരിൽ അനേക രോഗികളായിരുന്നു. അതെനിക്കറിയാം. എന്നാൽ അവർ തങ്ങളുടെ കൂട്ടായ്മയുള്ളവരെ അവർക്ക് അവിടെ അതിൽ കടക്കാനായോ ഇല്ലയോ എന്നുള്ളതല്ല, അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുകയായിരുന്നു. അതാണ് വാസ്തവമായ ഇടയന്മാർ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഒരാളെ മറ്റേയാളുടെ കൈയുമായി തമ്മിൽ ചേർത്ത് പിടിക്കാൻ പ്രേരിപ്പിക്കുക. ഞങ്ങൾ ഹൃദയത്തിന്റെ ചരടുകളെ ഒരുമിച്ച് ചേർത്ത് കെട്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശു അവരെ സൗഖ്യമാക്കട്ടെ. മാത്രമല്ല അവരെ സമർത്ഥന്മാരായ ഇടയന്മാരും കർത്താവിന്റെ വചനത്തിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കട്ടെ. എന്റെ സഹോദരന്മാരെ, ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലെ സകല താല്പര്യങ്ങളെ നൽകട്ടെ. ഈ എല്ലാ നാളുകളിലും നിങ്ങൾ അവനെ സേവിക്കാനും ഈ വളരെ നല്ല കൂട്ടം ജനങ്ങളെ സേവിക്കാനുമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ശക്തി ഉണ്ടാകട്ടെ. നമ്മോട് കൂടെയുള്ള യേശുക്രിസ്തു എല്ലാ സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അവൻ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു വെളിപ്പെടുത്തിയതിലും അധികമായി സ്വയം സ്പഷ്ടമാക്കാൻ ഇടവരട്ടെ. ജനങ്ങളായ നിങ്ങളിൽപ്പെട്ട ചിലർ മുടന്തരായിരിക്കുന്നു. അല്പകാലത്തേക്ക് നിങ്ങളിൽ ഒരു വ്യത്യാസവും കണ്ടില്ലെന്ന് വരാം. അബ്രഹാം എന്തു ചെയ്തിരുന്നു നോക്കൂ. അത് യാതൊരു വ്യത്യാസവും വരുത്തിയില്ല. അത് നിങ്ങൾ എന്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷണങ്ങളിലേക്ക് നോക്കരുത്. അവൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നതിലേക്ക് നോക്കുക. നിങ്ങൾ പറയുകയാണ്, എനിക്കിപ്പോഴും ആ വേദന തോന്നുന്നു, അതിന് മറ്റേതുമായി യാതൊന്നും ചെയ്യാനില്ല. ദൈവം എന്താണ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തിരിക്കുന്നു. നോക്കൂ, അതിലേക്ക് നോക്കരുത്. അവൻ എന്തു പറഞ്ഞിരിക്കുന്നു എന്നതിലേക്ക് നോക്കുക. അത് അങ്ങനെയാകും എന്ന് ദൈവം പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നില്ലേ? ഞാൻ നിങ്ങളെ വീണ്ടും കാണുവോളം കർത്താവായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. രാത്രി അധികം ഇരുട്ടാകരുത്. ആ മഴ വളരെ കഠിനമായി പതിക്കരുത്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സഹോദരൻ ഈട ശുശ്രൂഷ നടത്തും. കാണാം.